So welcome back to the next session. ചിലപ്പോൾ ഇത് ഫൈനൽ സെഷനായി മാറാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ റൂൾസ് ആണ്. അതായത് ഞാൻ 1 എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു 1 എടുക്കാൻ പറ്റില്ല. എൻ്റെ നെയ്ബേഴ്സ് ആയാലും 1 എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ 1 ഓൾറെഡി എടുത്തു. പിന്നെ ഉള്ള ഡൊമൈൻസ് വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഓരോരുത്തരെയും കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫാക്ഷൻ ചെയ്ത് അങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യണം. അപ്പൊ കൺസ്ട്രെയിൻ പ്രൊപ്പഗേഷൻ ഓൾസോ അറൈസ് ഫോർ ദ പ്രസൻസ് ഓഫ് ഇൻഫ്ലുവൻസ്. അതായത് ഇൻഫ്ലുവൻസ് റൂൾസ് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ ഇപ്പൊ സുഡോക്ക് നമ്മളിപ്പോ സുഡോ ഗെയിം കളിക്കുന്നില്ല. അപ്പൊ സുഡോക്കിൽ ഇപ്പോ തന്നിട്ടുണ്ട് ഒരു സാധനം. ഇപ്പോ നമുക്കറിയാം സുഡോ ഗെയിം അതിനെ കുറിച്ചൊരു ടോപ്പിക് ഉണ്ട്. അത് അടുത്ത ക്ലാസ് ഈ സെഷൻ തന്നെ പറയാൻ പോകുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പൊ 1 ഇവിടെ വന്നിരിക്കാം. 1 ഇവിടെ ഓൾറെഡി സുഡോക്കില് തന്ന സമയത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഓൾറെഡി 1 ഇവിടെ പിന്നെ ഒരു 3 ഉപയോഗിക്കാം. അപ്പൊ നമുക്കറിയാം അങ്ങനെ 9 റോസ് ഉണ്ടാവും. 9 റോസും 9 കോളംസ് ഉണ്ടാവും. 9 കോളംസ് ഉണ്ടാവും. അപ്പോൾ 9 കോളംസ് എന്താ 0 to 9. ഓൾറെഡി 1ഉം 3ഉം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് വരാം. ഇവിടെ 2 വരാം, അല്ലെങ്കിൽ 0 വരാം, 4 വരാം, 5 വരാം. പക്ഷെ ഈ കോളത്തിലും നമ്മൾ നോക്കണം. അതായത് നമ്മൾ ഒരു വാല്യൂ നമുക്ക് ചൂസ് ചെയ്തു. ഇപ്പൊ 5 ആണ് ഉപയോഗിക്കാം. ഈ സമയത്ത് ഇവിടെ 5 ഒന്നുമില്ല. ഇവിടെയും എന്താ പറയുക, ഈ റോയിലും ഓൾറെഡി വന്നല്ലോ ആ 2 വാല്യൂസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 5 ഈ ഏത് കോളത്തിലും 5 സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ എന്താ പറയാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 എടുത്ത് അസൈൻ ചെയ്യാം. അപ്പൊ കൺസിസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് 5 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഇനി നമുക്ക് കണക്കാക്കേണ്ട ആവശ്യമുണ്ടോ, 5ഉം കൂടി ഇൻക്ലൂഡ് ചെയ്യണം. കാരണം എന്താ, തന്ന സമയത്ത് 1ഉം 3 ആയിരുന്നു. 5 കൂടെ നമ്മൾ അസൈൻ ചെയ്തു. അത് കൺസിസ്റ്റന്റ് ആണ്. വേറെ ആരായിട്ടും കോംപ്ലക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാം, ഇനി നമുക്ക് ഏതൊക്കെ വാല്യൂസ് അസൈൻ ചെയ്യാം. 5ഉം ആർക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം 5 ഈസ് ഓൾറെഡി അസൈൻ. അതാണ് ഇൻഫ്ലുവൻസ് റൂൾ. അതായത് 1 കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് ഒരാൾക്ക് ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അടുത്തുള്ള ആൾ, അല്ലെങ്കിൽ നെയ്ബേഴ്സോ കൊടുക്കാൻ പാടില്ല. നെയ്ബേഴ്സിന് ആ 10 വരാൻ പാടില്ല. കാരണം അവിടെ ഫിക്സ് ആയി. ഇനി 10 അല്ലാത്ത, അപ്പൊ ആ നെയ്ബേഴ്സിനും 10 എന്ത് ചെയ്യും, റിമൂവ് ചെയ്യണം. അതാണ് ഡൊമൈൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ഈവൻ ഒന്ന് നടത്തി, ആ ഈവൻ നടത്തുമ്പോൾ ഒരു ഹോള് അലോട്ട് ചെയ്തു. പിന്നെ ആ ഹോള് മറ്റ് റൂം, മറ്റ് ഡിപ്പാർട്ട്മെന്റ് സാർ 6 റൂമാണ്, 6 റൂമാണ്. ഇനി ആ എന്താ പറയാ പ്ലാൻ ഒന്നും മാറ്റണം. ആ റൂമിൽ നിന്ന് പാടില്ല എന്നൊരു പ്ലാൻ മാറ്റണം. അതാണ് എന്താ ഇൻഫ്ലുവൻസ് റൂൾ. അതായത് 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതാണ് പറയുന്നത്. അപ്പൊ കോൺട്രഡിക്ഷൻ മേ ബി ഡിറ്റക്റ്റഡ്. അതായത് കൺസ്ട്രെയിൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് സപ്പോസ് ഇപ്പൊ ഞാനിപ്പോ കേരളത്തിൽ, ഇപ്പൊ നമ്മൾ ഇന്ത്യൻ മാപ്പിൽ ഇരിക്കാം. കേരളത്തിന് 3 നെയ്ബേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആകെ തന്നിട്ടുള്ളത് ഒരു ഇപ്പൊ നമ്മളൊരു 5 സ്റ്റേറ്റിന്റെ കളറാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ 3 കളർ ഉണ്ട്. നമ്മുടെ കയ്യിൽ 3 കളർ, അതായത് 3 ഡൊമൈൻ തന്നിട്ടുണ്ട്. RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. കേരളത്തിൽ നമ്മൾ ഓൾറെഡി റെഡ് അസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ റെഡ് അസൈൻ ചെയ്യാം. അതെ, റെഡോ ഗ്രീനോ ബ്ലൂ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് റെഡിന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ നെയ്ബേഴ്സ് കിടക്കുന്ന 3 സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ, റെഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ 3 സ്റ്റേറ്റിന്റെ ഡൊമൈൻസ് ആര് റിമൂവ് ചെയ്യണം? റെഡിനെ റിമൂവ് ചെയ്യണം. അവർക്ക് ഇനി ഗ്രീനോ ബ്ലൂവോ ഏതാ കേരളത്തിന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള 3 സ്റ്റേറ്റിലേക്ക് either they can use green or they can use blue. റെഡ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് പറയുന്നത്. അങ്ങനെ കൊടുത്ത് ഇനി ഇപ്പൊ ഒരു കേരളത്തിലെ ഒരു നെയ്ബറിൽ ഒരു സ്റ്റേറ്റ് നമ്മൾ അയാൾ ഗ്രീൻ കൊടുത്തു. പക്ഷേ കേരളത്തിന്റെ ഒരു നെയ്ബർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റ്, അതായത് ഇപ്പൊ ഞാൻ ഗ്രീൻ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റില് അയാളുടെയും കൂടെ നെയ്ബറാണ്. അതായത് ഇയാൾക്ക് റെഡും കൊടുക്കാൻ പറ്റില്ല, ഇനി ഗ്രീനും കൊടുക്കാൻ പറ്റില്ല. ഇനി എന്താണ്? ബ്ലൂ. ഇനി വേറൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ, വേറൊരു സ്റ്റേറ്റില് കേരളത്തിന്റെ മൂന്നാമത്തെ നെയ്ബർ ഒരു സ്റ്റേറ്റ്, അയാള് ഈ 2 സ്റ്റേറ്റ്, അതായത് ഗ്രീന് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റും ബ്ലൂ കൊടുത്തിട്ടുള്ളതും പിന്നെ കേരളത്തിന്റെയും അല്ലെ, ആ 3 പേരുടെയും നെയ്ബറാണ് വരിക. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, റെഡിന് ഈ സെറ്റിന് റിമൂവ് ചെയ്തു, റെഡ് പോയി. ഇനി ഗ്രീനിന്റെ നെയ്ബറാണ് എന്ത്, ഈ ഒരു സ്റ്റേറ്റ്. അപ്പൊ ഗ്രീനും പോയി. അതുപോലെ ബ്ലൂവിന്റെയും
എന്ത് ചെയ്തു? ബ്ലൂവിന്റെയും നെയ്ബർ ആണെന്ത് ഇയാൾ. അപ്പൊ ആകെ നമ്മുടെ കയ്യിൽ 3 കളറുള്ളൂ. 3 കളറും സെറ്റ് എന്തായി? എനിക്ക് ഇനി ഇയാൾക്ക് എന്ത് കളർ കൊടുക്കാൻ പറ്റും പറ? ഈ സ്റ്റേറ്റ് കേരളത്തിന്റെയും മറ്റു 2 സ്റ്റേറ്റിന്റെയും നെയ്ബറും കൂടിയാണ്. കേരളത്തിൽ ഞാൻ ഓൾറെഡി റെഡ് കൊടുത്തു. ജസ്റ്റ് അസ്യൂം ചെയ്യാം, നമ്മളൊരു അസ്യൂം ചെയ്യാം, റെഡ് തന്നെ കൊടുത്തു. പിന്നെ നീ ആ റെഡ് ഗ്രീനും ബ്ലൂ ആയിരിക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ മറ്റേ കേരളത്തിൽ മറ്റു 2 സ്റ്റേറ്റിന് ഗ്രീൻ കൊടുത്തു. അതിന്റെ നെയ്ബറാണ് മറ്റേ സ്റ്റേറ്റ്. അപ്പൊ അടുത്തത് ഗ്രീൻ ഉപയോഗിക്കില്ല, ബ്ലൂ ഉപയോഗിക്കാം. ഈ 3 സ്റ്റേറ്റിന്റെയും നെയ്ബറാണെന്ന് വേറൊരു സ്റ്റേറ്റ്. അവർക്ക് ഈ 3 കളറും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താവും? കോൺട്രഡിക്ഷൻ വരും. അതായത് സെറ്റ് എംപ്റ്റി ആവും. അതാണ് ഈ കോൺട്രഡിക്ഷൻ ഇൻവോൾവ്സ് ഓൺലി ദോസ് കൺസ്ട്രെയിൻസ് ദാറ്റ് വിൽ ബി ഗിവൺ ആസ് എ പ്രോബ്ലം ഓഫ് then there no solution system. അപ്പോൾ അങ്ങനെ സമയത്ത് എന്താവും? നമുക്ക് വഴിയില്ലാതായി. ആകെ 3 കളറുണ്ട്, 3 കളറുള്ളൂ. 3 കളറും കൊടുത്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അടുത്തുള്ള ആൾക്ക് എന്റെ കളർ കൊടുക്കാൻ പറ്റില്ല. അയാളും പറഞ്ഞു എന്റെ അടുത്തുള്ള ആൾക്ക് ആ കളർ അയാൾ പറഞ്ഞു. മറ്റയാൾ പറഞ്ഞു എനിക്കും അതുപോലെ തന്നെ എന്റെ കളർ കിട്ടിക്കഴിഞ്ഞു, ഇനി എന്റെ കളർ വേറെ ആയിരുന്നു. 3 പേരും പറയുന്നത് എന്റെ ഈ ഞങ്ങൾ 3 പേരുടെ കളർ ഞങ്ങൾക്ക് കൊടുക്കും. കാരണം ഇയാൾ ഞങ്ങൾ 3 പേരുടെ നെയ്ബേഴ്സാണ്. അപ്പൊ അതാണ് കോൺട്രഡിക്ഷൻ വരാം. അപ്പൊ അതിനൊക്കെ സൊല്യൂഷൻ നമ്മൾ പറയുന്നുണ്ട്. ഇനി വരുന്ന ഈ ടോപ്പിക്കിൽ വരാൻ പോകണം. പ്രൊപ്പഗേഷൻ ഹാസ് റൺ ഔട്ട് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ കൺസ്ട്രെയിൻ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ? ബ്ലോക്ക് ആയില്ലേ? ഈ സ്റ്റേറ്റിന് നമുക്ക് തിരിച്ചു വരണം. ഇനി കേരളത്തിന് റെഡ് കൊടുക്കണോ ഗ്രീൻ കൊടുക്കണോ? ഒരു സൊല്യൂഷൻ ഇല്ല, ആൻസർ ഇല്ലല്ലോ. പിന്നെന്ത് ചെയ്യും? പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ 5 സ്റ്റേറ്റിന്റെ കേസാണ് പറഞ്ഞിട്ടോ. 5 സ്റ്റേറ്റിൽ ഈ RGB വെച്ച് ചെയ്യണം. പക്ഷെ നമ്മളിപ്പോ ആകെ 3 1 കേരള, പിന്നെ മറ്റു 2 സ്റ്റേറ്റ്, 4 സ്റ്റേറ്റ് ആയിട്ട് ഇനി ഒരു സ്റ്റേറ്റ് കിടക്കുന്നുണ്ട്. ഈ 4ാമത്തെ സ്റ്റേറ്റിൽ തന്നെ കളർ ഇല്ല കൊടുക്കാതായി കഴിഞ്ഞാൽ പിന്നെ 5ാം സ്റ്റേറ്റിലേക്ക് പോകേണ്ട ആവശ്യം. അപ്പോൾ അവിടെ വെച്ച് പ്രൊപ്പഗേഷൻ ആയി, സ്ട്രീം ഔട്ടായി. പിന്നെ നോ ഫർദർ ചേഞ്ചസ് മേഡ് ഓൺ ദി ലിസ്റ്റ് ഓഫ് കേരള. അപ്പൊ ഈ നോളജ് വെച്ചിട്ട് നമുക്ക് ഒരു ഫർദർ ചേഞ്ചും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുള്ളൊരു പ്രോബ്ലമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയാണ് സെക്കൻഡ് സ്റ്റെപ്പ് ബിഗിൻസ്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇത്. നിങ്ങൾ സംശയം എന്തായാലും വരും. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ആലോചിക്കുക. ഇപ്പൊ സെൻഡ് പ്ലസ് മോർ ഈക്വൽ ടു മണി. അപ്പൊ നമുക്ക് അറിയാം. ആൻഡ് ഓൾസോ ഇവിടെ പറയുന്നത് നോ 2 ലെറ്റർ ഹാവ് സെയിം. നോ 2 ലെറ്റർക്ക് സെയിം വരും. അതായത് ഇവിടെ 1 കൊടുക്കുകയാണെങ്കിൽ ബാക്കി ഏത് ലെറ്ററിനും 1 വരാൻ പാടില്ല. ആൻഡ് സം ഓഫ് ഡിജിറ്റ്സ് മസ്റ്റ് ബി ഷോൺ ആസ് ദി ബിലോ. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ സപ്പോസ് ഇതായിരിക്കും തന്നിട്ടുണ്ടാവുക. സെൻഡ് പ്ലസ് മോർ ഈക്വൽ മണി. യു ഹാവ് ടു അസൈൻ ദ നമ്പർ. പക്ഷെ ആ നമ്പർ എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയി. അതായത് ഡിക്ക് 1 കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ നിന്നും 1 വരാൻ പറ്റില്ല. വേറെ ഒരാൾക്കും പോലും 1 വരും. ഇനി എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേറെ ആർക്ക് പോലും ഇവിടെ കുറെ ഇല്ലല്ലോ. ഡിക്ക് ഇവിടെ 1 കൊടുക്കണമെങ്കിൽ ഇവിടെ ഡി ഉണ്ടാവില്ല. ഡി ഓവർ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 1 ആയിക്കോട്ടെ. കാരണം ഇവിടെ 2 ലക്ഷം ഓവർ. അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാകുന്നത് ഇവിടെ എത്ര ലെറ്റേഴ്സ് റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓ 2 ടൈംസ് റിപ്പീറ്റ് ആവുന്നുണ്ട്, എമ്മും 2 ടൈംസ് റിപ്പീറ്റ് ആവുന്നുണ്ട്. അതായത് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരേ നമ്പർ, ഒരേ ലെറ്റർ അല്ലേ, അതുകൊണ്ട് തന്നെ ഒരേ നമ്പർ ആവശ്യം. ഇപ്പൊ എമ്മിന് 2 കൊടുക്കുക ചെയ്യാം, അപ്പൊ ഇവിടെ 2 ആവും. ഇനി ഇതേപോലെ ഇയും 2 പ്രാവശ്യം വരുന്നുണ്ട്, അതൊരു എന്നും 2 ടൈംസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കേണ്ട നമ്പർ എന്താവും? ഡൊമൈൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡൊമൈൻസ് ഇഷ്ടം പോലെ നമുക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് എന്തായാലും വരും. നമുക്ക് ഇതൊന്ന് കണ്ടെടുക്കാം. ആദ്യം എന്തെങ്കിലും നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൗണ്ട് ചെയ്യുക. അതിൽ ഏത് ലെറ്റേഴ്സ് ആണ് 2 ടൈംസ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡൊമൈന് 1 കൊടുത്താൽ മതിയല്ലോ. 2 ലെറ്റേഴ്സിനും സെയിം ലെറ്ററിന് ഒരേ ഡൊമൈൻ കൊടുക്കുന്ന കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ 2 പ്രാവശ്യം വരുന്നുണ്ട്, എൻ 2 പ്രാവശ്യം വരുന്നുണ്ട്, എം, അത് എം എൻ ഇ അല്ലെ. മൊത്തത്തിൽ എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 11 12 13. ആ 13 എണ്ണത്തില് 3 ലെറ്റേഴ്സും 2 പ്രാവശ്യം, അതായത് 6. ബാക്കി 7 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 7 ലെറ്റേഴ്സ് ആണ് ഇന്ത്യയിൽ. അതായത് വൈ 1, പിന്നെ എസ് 2. അപ്പൊ ഇവിടെ നമുക്ക് ഒരു മിനിറ്റ്. എം 1 2 3 4 സോറി ഈ 3 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ ഈ
ഇൻറ്റു 3. പിന്നെ ഏതാണ് ഈ 6 2 പ്രാവശ്യം ഇല്ല, n 2 ടൈംസ് ഉണ്ട്, ഈ 3 പ്രാവശ്യം വരുന്നുണ്ട്, m 2 ടൈംസ് വരുന്നുണ്ട്, o 2 ടൈംസ് ഉണ്ട്, o ഉണ്ട്, 4 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 2, ഇതും 2, ഇതും 2. ദാറ്റ് ഈസ് 2 + 2 4, 4 + 2 6, 6 പ്ലസ് ഇത് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം ഉണ്ട്. 6 + 3 സോറി 6 + 9 15 ഉണ്ട് അല്ലെ? 15 ലെറ്റേഴ്സ് ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുക. മനസ്സിലായി? അപ്പൊ നമുക്ക് അല്ല, ടോട്ടൽ ക്യാരക്ടേഴ്സിൽ 15 എണ്ണം നമുക്ക് ഈ ഒരു നമ്പർ കിട്ടി. അതായത് 4 നമ്പേഴ്സ് നമുക്ക് 0 to 9 4 നമ്പേഴ്സ് പോയി, ബാക്കി 5 നമ്പേഴ്സ് കിടക്കുന്നുണ്ട്. അതായത് എത്ര ടോട്ടൽ നമ്പേഴ്സ്? എത്ര? 4 4 8, 8 5 13. അതായത് 13 എണ്ണത്തില് എം 2 പ്രാവശ്യം, അപ്പൊ എന്തായി? 11 ആയി. ഓ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം, അപ്പൊ എന്തായി? 9 ആയി. ഈ 3 പ്രാവശ്യം, അപ്പൊ എന്തായി? 6 ആയി. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? ഡി ഇല്ലല്ലോ. പിന്നെ എന്താണ്? എം 2 ടൈംസ് വന്നു, n 2 ടൈംസ്, അപ്പൊ 2 2 4 ആയി. അപ്പൊ 13 4 9 വർഷം. എസ് ഒരു പ്രാവശ്യം ഉണ്ട്, ഇല്ല. ഈ 3 പ്രാവശ്യം, അപ്പൊ 6 3. അപ്പൊ നമുക്ക് ഈ 3 ലെറ്റേഴ്സിനെ ഇഷ്ടം പോലെ കൊടുക്കാം. നമ്മൾ അതാണ് ഞാൻ പറയുന്നത്. പറയുന്നില്ല, നമുക്ക് ആദ്യം ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നോക്കാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നമ്പേഴ്സ് ഫില്ല് ചെയ്യാൻ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഒന്ന് നോക്കുക, ഇതാണ് 0 to 9. ഇത്രയും നമ്പേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പൊ ഇനി ആർക്ക് എന്ത് കൊടുക്കണം, ഏത് നമ്പറാണ് കൊടുക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു ഇപ്പൊ 5ഉം 5ഉം കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? 10 വരും. അതായത് ഈ രണ്ടാമത്തെ ഡിജിറ്റ്, അതായത് 0 നമ്മൾ സമയം എന്ത് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ നിന്നല്ലേ തുടങ്ങുന്നത്, റൈറ്റ് സൈഡിൽ നിന്നുള്ള ഇവാലുവേഷൻ. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും? ക്യാരി ആയിരിക്കില്ലേ? അപ്പൊ അതേപോലെ ക്യാരി എപ്പോഴും എന്തായിരിക്കും? ക്യാരി ജനറേറ്റ് എന്ന് നടത്തുക, ഇറ്റ് ഷുഡ് ബി 1. അത് ഞാൻ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ 4 ലെറ്റർ ആണ്, ഇവിടെ 4 ലെറ്റർ ആണ്, പക്ഷെ ഇവിടെ എത്രയായി? 5 ലെറ്റർ. 5 ലെറ്ററിൽ ഈ 5ാമത്തെ ലെറ്റർ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 5ാമത്തെ ലെറ്റർ എന്താണ്? ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് 1. അപ്പൊ എമ്മിന്റെ അവിടെ 1ന്റെ അവിടെ എന്ത് എഴുതി? എം എഴുതി. അതായത് ഇവിടെയും 1 എഴുതി, ഇവിടെയും 1 എഴുതി. എം 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ അത് ഓക്കെ ഇല്ലേ? അതാണ് അടുത്ത പ്രാവശ്യത്തിന് മുമ്പ് എം. നമുക്ക് 0 നോക്കണം. 0 റെഡ് കളർ വരാൻ കാരണം 0 അവിടെ വെയിറ്റ്, 0 നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് 0ന് റെഡ് കളർ പറയാം. നോക്കൂ, എമ്മിന് 1 ആക്കും. എം ഇസ് ക്യാരി 1, എം ഇസ് 1. അപ്പൊ നമുക്കറിയാം എങ്ങനെയായാലും ഇപ്പൊ 6 3 കൂട്ടി എത്ര? ആകെ ഇതിൽ നമ്പേഴ്സ് നോക്കും, നിങ്ങൾ ആലോചിച്ചു. എങ്ങനെ 3 4 എത്ര? 7, 3 എത്ര? 8, 3 6 എത്ര? 9, 3 7 എത്രയാണ്? 10. അതായത് ഈ 9 അല്ലാതെ 2 ഡിജിറ്റ് വരുന്നത് എന്തായാലും അപ്പത്തായിരിക്കും അല്ലെ? ഒരു 10 എഴുതണമെങ്കിൽ ഇത് ഷുഡ് ബി എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് O 0 ആയിരിക്കണം. കണ്ടോ? O 0 ആയിരിക്കണം, M 1 ആയിരിക്കണം. അതാണ് നമ്മുടെ. അപ്പൊ ക്യാരി 3. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ 3 ക്യാരി പറയാൻ? ഞങ്ങളൊന്ന് ആലോചിക്കൂ. ഇത് എന്തായാലും ഈ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാരി വരികയാണെങ്കിൽ പോലും ഇതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യും അല്ലെ? ഈ 2 ആദ്യം തന്നെ ക്യാരി വരില്ലല്ലോ, ഈ 2 നമ്മൾ കൂട്ടിട്ടല്ലേ ഇവിടുന്ന് കാര്യം. അപ്പൊ ഇതെന്തായി? C1. ഇതൊന്നും ആഡ് ചെയ്തിട്ടുണ്ടാവും C. ഇനി ഇതിന്ന് കിട്ടുന്ന റിസൾട്ട് ആണ് എന്ത്? C3. ആ C3യിലാണ് നമ്മൾ എഴുതിയത്. അതാണ് ഇന്ന് C3. S + M, എസും എമ്മും, പിന്നെ ഇതിൽ നിന്നും ഉണ്ടാവുന്ന, അതായത് ഈ പ്ലസ് ഒന്ന് കിട്ടുന്ന ഒരു ക്യാരി ഉണ്ടാവില്ല, അതാണ് വന്നത് ഈ C3 വരുക. അത് ഗ്രേറ്റർ ദാൻ 9 ആയിരിക്കില്ല, അപ്പോഴല്ലേ നമുക്കിത് 10 ആവുമല്ലോ. അപ്പൊ എം ഓൾറെഡി 1 ആണ് നമുക്ക് പറഞ്ഞത്. കാരണം എക്സ്ട്രാ ലെറ്റർ വന്നതിന് അർത്ഥം എന്താ? അത് ഷുഡ് ബി ക്യാരി 1 ആയിരിക്കും. അപ്പൊ S + 1 + C3 ഈസ് ഗ്രേറ്റർ ദാൻ 9. ദാറ്റ് ഈസ് ഈ 1 ഇങ്ങോട്ട് പോവാ. അപ്പൊ 9 - 1 എത്രയായി? 8ആയി. S + C3 = 8. അപ്പൊ അങ്ങനെയാണെങ്കിൽ എസിന് എന്ത് എഴുതാം? അപ്പൊ എസിന് C3 എന്ത് വേണ്ട, ഇനി നമ്മളത് ഡിസൈഡ് ചെയ്യണം. C3 എന്താവും? ഏത് 0 ആവാം, 1 ആവാം. അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കൂ. എസിന് നമ്മളിപ്പോ എസിന് അപ്പൊ S + C3 = അല്ലെ
9 മൈനസ് 1 കുറച്ച് 9 മൈനസ് 1 എത്രയാണ് 8 അല്ലെ. ഇവിടെ 8ഉം വരണം. ഇവിടെ ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഇപ്പൊ C3 1 ആണ് നമ്മൾ വിചാരിക്കാം. C3 1 ആണെങ്കിൽ ഈ 1ഉം എന്താവും, എസിന് 7 കൂട്ടുകയാണ്. 7 കൂട്ടുക, ഫോർ എക്സാമ്പിൾ 7 കൂട്ടുകയാണെങ്കിൽ 7 പ്ലസ് 1 എത്ര 8. അത് 8നേക്കാളും കൂടുതലാണോ? അല്ല അല്ലെ. അപ്പോ എസ് 8 ആണെങ്കിൽ 8 പ്ലസ് 1 എത്രയാണ് 9 അല്ലെ. അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. നമ്മൾ നോക്കൂ, എം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ ഈ നമുക്കിത് ഓൾറെഡി കണ്ടുപിടിക്കാം, ഇത് 1 ആയി. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഓൾറെഡി 1 ആവുമ്പോ ഈ 8 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ എം ജനറേറ്റ് ആവുമോ? നിങ്ങൾ അങ്ങനെ ആലോചിക്കാം. ഇവിടെ ഓൾറെഡി നമുക്ക് 1 അറിയാം, ക്യാരി ജനറേറ്റ് ആവുന്നത് 1 ആണ്. അപ്പൊ ഇവിടെയും 1 ഇട്ടു. ഇനി ഏത് നമ്പർ ഇട്ട് കൊടുത്താലാണ് ഇവിടെ 0 ആവുക? ഇതാണ് ഷോർട്ടസ്റ്റ് വേ. നിങ്ങൾ ഈ സ്റ്റെപ്പ് നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇത് 1 ആണ് നമുക്ക് പറഞ്ഞല്ലോ, ക്യാരി ജനറേറ്റ് ചെയ്തപ്പോൾ 1 ആയി. അപ്പൊ ഇവിടെയും 1 ആയി. ഇനി നമുക്കറിയാം 10 എഴുതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ ഇവിടെയും ഇനി നെക്സ്റ്റ് ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 1നെ ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. പക്ഷെ ഇനി ലെറ്റർ ഇല്ല, അപ്പൊ ഈ 1 ആയി. അപ്പൊ ഇവിടെ എന്തായാലും 0 ആവും അല്ലെ. ഇവിടെ 0 എന്താ, 9ഉം 1ഉം എത്രയാണ് 10. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് 1 എഴുതി. അപ്പൊ എസ് എന്താവണം? എസ് 8 ആവണോ 9 ആവണോ? കാരണം ഇവിടെ 1 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. 10 1 കുറച്ച് എത്രയായി 9. അപ്പൊ എസ് മസ്റ്റ് ബി 9. കടാം, എസ് മസ്റ്റ് ബി 9. സംശയം ഉണ്ടെങ്കിൽ ഇതെങ്ങനെ ഒന്നും സാർ ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടി പറയാണ്. നമ്മള് 4 ലെറ്റേഴ്സ് കൂടി ആഡ് ചെയ്ത 5ാമത്തെ ലെറ്റർ ഒന്നും ഷുവലി നമുക്കറിയാം 5 + 5 10 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും, ക്യാരി ജനറേറ്റ് ചെയ്തുകൊണ്ട് M1. അപ്പൊ എം എവിടെ കാണുന്നോ അവിടെയൊക്കെ നമ്മൾ 1 ഇടുക. ഇനി നമ്മൾ ആലോചിക്കുക 5 + 5 10 അല്ലേ സാർ. അപ്പൊ ഇവിടെ 10 എഴുതണമെങ്കിൽ 1 0 ആയിട്ടില്ലേ. അപ്പൊ ഇവിടെ 0 വരണമെങ്കിൽ ഏത് നമ്പർ, ആകെ നമ്മുടെ കയ്യിലുള്ള നമ്പർ ഇത്ര ഉള്ളൂ. അപ്പൊ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് ഇവിടെ 10 കിട്ടുക? 9 അല്ലേ. അപ്പോൾ S9. പിന്നെ C3 0 ഞാൻ പറഞ്ഞുതരാം, അത് പറയാം. പിന്നെ O-ന് 0 കിട്ടി, M-ന് നമുക്ക് ഓൾറെഡി 1 കിട്ടി. എന്തുകൊണ്ടാണ് C3 0? C3 ഏതാണ്? ഇതൊന്നും ജനറേറ്റ് ചെയ്തതുള്ള C, ഇതൊന്നും ജനറേറ്റ് ചെയ്തുള്ളത് C2. ഇത് C3 0 അല്ല വേഗം. C3 നമ്മളിപ്പോ ജസ്റ്റ് ഇനീഷ്യലി 0 ഇട്ടു. കാരണം 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം? ഇപ്പൊ 9ഉം 1ഉം 9 എത്ര 10 അല്ലെ. അപ്പൊ തന്നെ 10 ആയി കഴിഞ്ഞു. 21ഉം 11. അപ്പൊ ഇത് കറക്റ്റ് ആവാം. പക്ഷെ ഈ ഓന്റെ കേസിൽ നമ്മളിവിടെ 0 ഉണ്ടല്ലോ, 0 ഓൾറെഡി ഉണ്ടല്ലോ, ആരും കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് അതുകൊണ്ടാണ് C3 ഞാൻ 0 ആയിട്ട് അസൈൻ ചെയ്തത്. വേറെ ഒന്നുമില്ല, 0 വരെ 1 വരാം. ഞാൻ ജസ്റ്റ് 0 വെച്ച് അസൈൻ ചെയ്തു. കാരണം ക്യാരി ജനറേറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായാലും 1 കൊടുത്താലും 0 കൊടുത്താലും സംഭവം. പക്ഷെ നമ്മൾ ആദ്യം കാണുന്ന വാല്യൂ കൊടുത്തു, അതുകൊണ്ടാണ് C3 0 ആയത്. ഇത് വളരെ അതുകൊണ്ടാണ് ഞാൻ എത്രയും സമയം എടുത്തത്. വളരെ 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 ഇമ്പോർട്ടന്റ് പ്രോബ്ലം. ഇനി അടുത്ത് അപ്പം നമുക്ക് ഏതൊക്കെ ലെറ്റർ കിട്ടി ഞാൻ ഒന്നുകൂടെ എഴുതാം. നമുക്ക് എസിന് എമ്മിന് 1 എഴുതി, എസിന് 9 എഴുതി, എസ് പ്ലസ് 9 M1 എഴുതി, 9 + 1 10. ഓന് 0 എഴുതി. അപ്പൊ നമുക്ക് സെന്റില് എസ് കിട്ടി അല്ലെ. അപ്പൊ ഇനി എവിടെ ഓ ഉണ്ടാവും? ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 0 എഴുതാം അല്ലെ. ഇനി എസിന്റെ അവിടെ എന്ത് എഴുതാം? 9 എഴുതാം. എസ് റിപ്പീറ്റ് ആയിട്ടില്ല. എം റിപ്പീറ്റ് ഉണ്ടായിരുന്നോ? റിപ്പീറ്റ് ആയിട്ടില്ല, അത് നമ്മൾ എഴുതി ഓൾറെഡി. ഓക്കെ. ഇനി നമ്മൾ ഇല്ലാത്ത ലെറ്റേഴ്സ് വരയ്ക്കണം. എസ് ഫിൽഡായി അല്ലെ, എസ് ഫിൽഡായി, എം ഫിൽഡായി. സെന്റില് SCN കാണണം അല്ലെ. MO കഴിഞ്ഞു, NEY. അതായത് 3 6 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി 6 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി അപ്പൊ അത് വെച്ച് ഫിക്സ് ചെയ്തു. കണ്ട, എസിന് 9 കൊടുത്തു. ഇവിടെ എസ് ആയിരുന്നില്ലയോ, എസ് ആയിരുന്നല്ലോ. ആ എസിനാണ് 9 നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ എം നമ്മൾ ഓൾറെഡി 1 ആയതുകൊണ്ട് കണ്ടുപിടിച്ചു. പിന്നെ ഓനെ ഓൾറെഡി 0 കണ്ടുപിടിച്ചു. അപ്പൊ എവിടെയൊക്കെ ഉണ്ട്? മോർ. കണ്ട, MO, ഓന്റെ അവിടെ 0. ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് കണ്ട, നമ്മൾ ഇവിടത്തെ ക്യാരി ഇതിന്ന് ജനറേറ്റ് ചെയ്യുന്ന ക്യാരിയാണ് ഏത്? C2. അത് 0 ആണോ 1 ആണോ എന്ന് ഡിസൈഡ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഓൾറെഡി ആൻസർ നമ്മുടെ കയ്യിലുണ്ട് 0. എനി നമ്പർ ആഡ് ടു 0 എന്താണ്? സോറി, എനി നമ്പർ ആഡ് ടു 0
ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ്. അപ്പോൾ ഇ പ്ലസ് 0 എന്തായിരിക്കണം? അതെ, ഇക്ക് ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതേ നമ്പർ തന്നെ ആയിരിക്കും. അതെ, ഇ ഷുഡ് ബി ഈക്വൽ ടു എൻ. അത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇ പ്ലസ് C2. അപ്പൊ C3 പരിപാടി കഴിഞ്ഞു. C3 കഴിഞ്ഞു. ഇനി C2 ചിലപ്പോൾ 0 ആവാം 1 ആവാം. അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇ പ്ലസ് C2 ഈക്വൽ ദാറ്റ് ഈസ് ഇ. അപ്പൊ നമുക്ക് ഓൾറെഡി ആലോചിക്കാം. ഇ പ്ലസ് 2 ഈക്വൽ 0. ഇപ്പൊ ഉദാഹരണം അറിയാം. ഇപ്പൊ 9 ഓൾറെഡി നമ്മൾ കൊടുത്തു, 9 1 കൊടുത്തു. ഇനി 8 വരികയാണ് ചോദിക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് എൻ പ്ലസ് ആർ. എൻ ഇത് നമ്മൾ ഇവിടെ വരുന്നു എൻ പ്ലസ് ആർ ഈക്വൽ ടു ഇ അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ C2 ഞാൻ 1 കൊടുത്തിരിക്കാം. ഇപ്പൊ നമ്മൾ ക്യാരി കണ്ടുപിടിക്കണം അല്ലെ. നമ്മൾ നേരത്തെ കേസിൽ C3 0 അസൈൻ ചെയ്ത് വെച്ചു. അത് റാൻഡം കാരണം വേറെ ആർക്കും കൊടുത്തിട്ടില്ല. C3ക്കാണ് പ്രൈവറ്റ് കൊടുത്തത്. ഇനി ഞാൻ C2 0 കൊടുക്കണോ 1 കൊടുക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്തത് C1, ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്താണ് C. അതായത് എൻ പ്ലസ് ആർ, എന്നും ആറും ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ലെറ്റർ വന്ന് അതാണ് ഇവിടെ ക്യാരി ചെയ്യുന്നത്. അതായത് എൻ പ്ലസ് ആറ് പ്ലസ് C3 1 വിളിക്കാം. എൻ ഓൾറെഡി നമുക്ക് അറിയാം, കാരണം ഈ അതേ വരെയായിരിക്കും. 6 നമ്മൾ കണ്ടുപിടിച്ചോ? ഇല്ല അല്ലെ. അപ്പോ എന്നിന്റെ ഇയുടെ അതേ വാല്യൂന്ന് എൻ. ദാറ്റ് മീൻസ് എന്നിന്റെ അതേ വാല്യൂ അല്ലേ ഇ. ദാറ്റ് മീൻസ് ഇവിടെ നോക്കൂ, ഇ പ്ലസ് 0 ഇ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എൻ. ആ എൻ ആണ് ഇവിടെ. ദാറ്റ് മീൻസ് ഇവിടെ നോക്കൂ, ഇ റിസൾട്ടും ഇ, അതിന്റെ ഒരു ഓപ്പറൻറ്റും എൻ, അതിന്റെ ഒരു ഓപ്പറൻറ്റ് എൻ. നമ്മുടെ പ്രീവിയസ് ഇക്വേഷൻ പറയുന്നത് ഇ പ്ലസ് 0 ഈക്വൽ ടു എൻ. ദാറ്റ് ഈസ് ഇയുടെ അതേ വാല്യൂ അല്ലേ എൻ. ദാറ്റ് മീൻസ് ഈ എന്നിന്റെ അതേ വാല്യൂ അല്ലേ ഇ. ദാറ്റ് മീൻസ് അതേ വാല്യൂ ഇവിടെ വരണമെങ്കിൽ ആർ ഷുഡ് ബി എന്തായിരിക്കണം? 0. പക്ഷെ നമ്മൾ 0 ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതാരാണ്? C3 അല്ലേ. C3 കൊടുത്തിട്ടില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് അങ്ങനെ പറഞ്ഞിട്ടോ, കഴിഞ്ഞ സ്ലൈഡ് അല്ലേ. ഇതാ C3ന് 0 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 6 0 വരുമോ? ഇല്ല. യെസ്, നോ. അപ്പൊ എന്ത് ചെയ്തു? C2നെ 1 എടുത്തു. എന്താണ്? C2നെ 1 എടുത്തു. 1 കൊടുക്കുകയാണെങ്കിൽ അപ്പൊ എന്താ അർത്ഥം? ക്യാരി C2ന് 1 ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താവും? ഇനി നോക്കാം. C2 1. ദാറ്റ് മീൻസ് ഇ പ്ലസ് ഇതിന്റെ കൂടെ ആണല്ലോ C2. അപ്പൊ ഇ പ്ലസ് N2, ദാറ്റ് ഈസ് ഇ പ്ലസ് N2, സോറി ഇ പ്ലസ് C2 ഓൾറെഡി വന്നു. മനസ്സിലായോ? ഈ C2 ഇതിന്നും ജനറേറ്റ് ചെയ്യുന്ന കാര്യം C1, ഇതിന്നും ജനറേറ്റ് ചെയ്യുന്ന കാര്യമാണ് C2. അപ്പൊ ഇ പ്ലസ് C2. പിന്നെ ഇവിടെ ഓൾറെഡി നമുക്ക് 0 ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഞാൻ C2 1 ആണ് അറിയുന്നത്. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ ആറിന് 0 കൊടുക്കാൻ പറ്റില്ല, കാരണം ആർ ഓൾറെഡി 0 ഓൾറെഡി ഒരാൾ കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പൊ ഇ പ്ലസ് 1 ആണ്. ഇ പ്ലസ് 1 ഈക്വൽ ടു n. അതൊരു ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇക്വേഷൻ ഏത്? ആർ പ്ലസ് എൻ. ഇനി ഇതിനോടൊപ്പം ഒരു ക്യാരി വരുന്നുണ്ട്. ഇതിന്റെ സമ്മിന്റെ റിസൾട്ട് ആണെന്ത്? ഉണ്ടാവുന്ന ക്യാരിയാണ് ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നത്. അതായതാണ് ഈ C1. അത് 1 ആണോ 0 ആണോ പറയാം. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഈ തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കൂ, ആർ പ്ലസ് എൻ പ്ലസ് C1, അതായത് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന C1 ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 10. ഇ പ്ലസ് 10 ഡി എന്ന് പറയുന്നത് 10 ഇൻറ്റു C2. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോ 10 ഇൻറ്റു C2 പറയാൻ കാരണം ഇത് 10th ഡിജിറ്റ് ആണോ? അല്ലത്. ഇതാണല്ലേ 10th ഡിജിറ്റ്. അതായത് ഇതിൽ നിന്നും നമുക്കൊരു 1 കിട്ടുകയാണ്. അത് ഇവിടെ അതാ പറയുന്നത്. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇത്ര ശ്രദ്ധിക്കുന്നുള്ളൂ. ആർ പ്ലസ് എൻ പ്ലസ് C1 ഇസ് ഈക്വൽ ടു ഇതെന്നും ഈയുടെ വാല്യൂ ഇപ്പം നമ്മൾ എന്താ കണ്ടുപിടിച്ചില്ലല്ലോ. പക്ഷെ ഈ 10 എഴുതാൻ കാരണം 10th ഡിജിറ്റ്. നമ്മൾ എന്തായാലും 5 + 5 ഇത് 1 വരുമല്ലോ. ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ട് എന്താണ് ക്യാരി എന്തായിരുന്നു? ക്യാരി എത്രയായിരുന്നു? C2യുടെ ക്യാരി എലിമിനേറ്റഡ്. അപ്പൊ C2 1 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഏതാണ്? ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയാം, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന C1 അല്ലെ, ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന C2. അപ്പൊ C2 ഓൾറെഡി നമുക്ക് 1 ആണ് എഴുതി. അപ്പോൾ C2 1 എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? 0 അല്ലെ, 1 0 ജനറേറ്റ് ചെയ്യുമ്പോൾ 1 വരുമല്ലോ അല്ലെ. അപ്പൊ 0
നമ്മളിവിടെ എന്തായാലും ഇവിടെ വൺ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? 0. അപ്പൊ ഇ പ്ലസ് 10. ആ 1 അങ്ങോട്ട് പോകും, അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഞാൻ ഈ കേസാണ് പറയുന്നത്. ഇ പ്ലസ് 10, ഓക്കെ, 10 ഇൻറ്റു പിന്നെ എന്താണ് ആർ പ്ലസ് എൻ. ആർ പ്ലസ് എൻ ഇവിടുത്തെ C1 കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? ആർ പ്ലസ് എൻ പ്ലസ് C1 വന്ന് ഇ വരുന്നത് അല്ലെ? ആ ഇയുടെ ഉറപ്പ് എന്ത് ചെയ്യുന്നു? 10 എഴുതും അല്ലെ? നമുക്ക് ഇ ആണെന്ത്? ഇ ആണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടുന്ന് 0 എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് 1 എഴുതും. ദാറ്റ് ഈസ് ഇ പ്ലസ് 10. അതൊരു ഇക്വേഷൻ ആയില്ലേ? മനസ്സിലായോ? അപ്പൊ ഇ പ്ലസ് 1 ഈക്വൽ ടു എന്നും ഇ പ്ലസ് 10 ഈക്വൽ ടു 2ഉം രണ്ട് ഇക്വേഷൻ ആയി. അപ്പൊ ഇവിടെ നമുക്ക് ആർ പ്ലസ് എൻ പ്ലസ് C1 ഈക്വൽ ടു ഇ പ്ലസ് 10. ഇവിടെ ഇ പ്ലസ് 1 ഈക്വൽ ടു എന്നും. അപ്പൊ നോക്കൂ, എന്നിനെ നമുക്ക് എന്ത് എഴുതാം? എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതാം? ഇ പ്ലസ് 1 എഴുതിക്കൂടെ? അപ്പൊ ഈ 1 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 9 ആവും. ഇ പ്ലസ് 9 ആവും അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് ആർ പ്ലസ് ഇ പ്ലസ് എൻ. പിന്നെ C1 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു? C1 കണ്ടുപിടിച്ചില്ല. ഓക്കെ, ആർ പ്ലസ് എൻ പ്ലസ് C1. അപ്പൊ ഈ സ്ഥലത്ത് എന്നും ഇ പ്ലസ് 1 ഇ പ്ലസ് 1, അതായത് എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എഴുതി ഇ എഴുതി അല്ലെ? ഇ എഴുതി ഇവിടെ ചെയ്യുന്നു. അപ്പൊ ഈ ഇയും എന്താ? ക്യാൻസൽ ആവും. ഈ 1 അങ്ങോട്ടും പോകും. അപ്പൊ എന്താ? ആർ പ്ലസ് C1 ഈക്വൽ ടു 9. ആർ പ്ലസ്, മനസ്സിലായോ? അതായത് C1 നമുക്ക് അറിയില്ല. C1 എന്താണ് കണ്ടുപിടിക്കാനാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഇ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ 1 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 10 - 1 എന്താവും? 9 ആവും. ഈ റൈറ്റ് സൈഡ് ഇയും ഇവിടെ ഒരു ഇയും ഈക്വൽ വേരിയബിൾസ് ആയതുകൊണ്ട് മാത്സിൽ കട്ട് ചെയ്യല്ലോ. ബാക്കി ഉള്ള ഏതായിരിക്കും? ആർ പ്ലസ് C1 ഈക്വൽ ടു 9. ആർ പ്ലസ് C1. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് C1 0 ആണോ 1 ആണോ എന്ന് വെച്ചിട്ട്. ആർ പ്ലസ് C1, അതായത് ഇതിൽ നിന്നും ജനറേറ്റ് C1 9 ആണോ അല്ല C പ്ലസ് 1 ഈക്വൽ ടു 9. അതായത് ഇത് ആർ പ്ലസ് C1 ഈക്വൽ ടു 9. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ C1 ഞാൻ 0 കൊടുത്തു ചെയ്യാം. ആർ പ്ലസ് 0 കൊടുത്തു കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു എന്തായിരിക്കും? 9 ആയിരിക്കും. പക്ഷേ എന്നിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഇയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. പക്ഷെ എന്തായാലും ഇവിടെ ഇതൊന്നും ജനറേറ്റ് ചെയ്യുന്ന C2 എന്തായിരുന്നു? C2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. എന്തായിരുന്നു? C2 is 0, C2 1. C2 1 ആണ് നമ്പർ. ദാറ്റ് ഈസ് നമ്മൾ ഇവിടെ പറയുന്നത് C1 1. അപ്പൊ നമുക്ക് C1 1 ആയിട്ട് എടുത്ത് നോക്കാം. അപ്പൊ C1 1 എടുത്ത് നോക്കുമ്പോൾ ആർ എന്താവും? 8 ആവും. ആറിന് 8. ജസ്റ്റ് ഒന്ന് അസൈൻമെന്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയാം. മനസ്സിലായോ? ഒന്ന് ഇത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. C1 ഇതൊരു ജസ്റ്റ് പാർഷ്യലായിട്ട് നമ്മൾ അസൈൻ ചെയ്യാം. ജസ്റ്റ് C1 1 ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആറിന്റെ വാല്യൂ 8 നോക്കാം. കാരണം ഇനി നമുക്ക് ആറിന് 8 കിട്ടി. അപ്പൊ 8 ആയിരിക്കും ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? 8 ആയിരിക്കും കൊടുത്തിട്ടുണ്ടോ? 8 ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇവിടെ 0 ആണ്, 9 ആണ്. ഇന്ന് 9 ആണ് വിചാരിക്കാം. അതെ. അപ്പൊ ഓന്റെ അവിടെ 9ഉം ഇവിടെ നമ്മൾ C1 ഇല്ലല്ലോ. അപ്പൊ ഓന്റെ അവിടെ 9 0 9 കൊടുത്തു കഴിഞ്ഞു. പിന്നെ അടുത്തെന്താണ്? ഇവിടെ ആറിന് 8 കൊടുത്തു. അപ്പൊ ആറിന് പ്രോബ്ലം ഇല്ല. അപ്പൊ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ 9 ഇയുടെ അവിടെയൊക്കെ ഇയുടെ അല്ല ആറിനവിടെ 8 എഴുതി. ഇനി 6 റിപ്പീറ്റ് ആയിട്ട് വേണ്ടോ? ഇല്ല. ആറിന്റെ അവിടെ അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച കാര്യം എസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു, 6 കണ്ടുപിടിച്ചു കഴിഞ്ഞു, എം കണ്ടു. എസ് എന്തായിരുന്നു? 9. എസ് 9. 6 എന്തായിരുന്നു? മോർ മണി 8 കണ്ടുപിടിച്ചു. എം എന്താണ്? 1. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ലാസ്റ്റ് ഡി പ്ലസ് സി ഈക്വൽ ടു വൈ പ്ലസ് 10. എന്തുകൊണ്ടാണ് 10 പറഞ്ഞത്? ഇത് 10th ഡിജിറ്റ് ആണോ? ഇത് 10th ഡെസിമൽ പൊസിഷൻ ആണോ? അതാണ് 10 പറയുന്നത്. നിങ്ങൾ ഇത്ര ആലോചിക്കും. 10 എങ്ങനെയൊന്ന് എഴുതി സാർ പറയാം, അങ്ങനെ ആലോചിക്കില്ല. ഈ നമ്പറിന് ഇതിന്നും കിട്ടുന്ന ഒരു നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ 10th പൊസിഷൻ വരും. നമുക്കറിയാം ഡി പ്ലസ് സി പോസിബിൾ കോമ്പിനേഷൻസ്. ഇപ്പോൾ 7 + 3 വരുമ്പോൾ എന്താവുള്ളൂ? 10 വരും അല്ലെ? 7 + 3 നമ്മൾ എന്തായിരുന്നു? ഡിനെ നമ്മൾ സാധനം കൊടുത്തു നോക്കാം. ഇനെ 3 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? 0 ആവും. പക്ഷെ വൈക്ക് ഓൾറെഡി 0 ആര് കൊടുത്തിട്ടുണ്ട്? എം ഓന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇനി
ഏത് നമ്മൾ 7 3 കൂട്ടി നോക്കി അല്ലെ, നമ്മൾ പറഞ്ഞു 7 ആണ് വരാൻ കാരണം പിന്നെ ഇവിടെ എന്തുകൊണ്ട് 7 വരാൻ കാരണം നോക്കൂ, ആലോചിക്കൂ. ബാക്കി 4 5 4 കൊടുത്തു വയ്ക്കാം, 6 കൊടുത്തു വയ്ക്കാം. ജസ്റ്റ് ഇവിടെ പറയുന്നവര് ഏത് നമ്പർ കൂട്ടിയാണ് 10 വരുന്നത് നോക്കാം. അപ്പൊ 7 3 10 കൂട്ടി, അപ്പൊ നമുക്കത് വരില്ല. ഇനി ഡിക്ക് 8 കൊടുത്തു 7 ഇട്ടു, നമ്മളെ ബാക്ക് നിന്ന് വരികയാണെന്നില്ല 9 8. ഇനി 7 കൊടുക്കുമല്ലോ, ഇവിടെ 7 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവസാനം 9 മസ്റ്റ് ചെയ്യാം. 7 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ y എന്താവും 0. അത് ഓൾറെഡി ഇസ് നോട്ട് പോസിബിൾ. ഇനി ഈക്ക് 4 കൊടുക്കാൻ വയ്ക്കാം, 7 4 എത്രയാണ് 11, അപ്പോഴും 1 ഓൾറെഡി. ഇനി ഈക്ക് 5 കൊടുക്കുകയാണെങ്കിൽ 7 5 12, അതായത് വൈക്ക് 2 വൈ 2 ആവും. ഇത് റാൻഡം അസൈൻ, കാരണം 7 ഞാൻ സെലക്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഞാൻ ചെയ്യണം, ഐ ഗിവ് 10 കളേഴ്സ്, ഒരാളെ കൊടുക്കണം, അയാള് പിക്കപ്പ് ചെയ്തു, പിന്നെ ആ കളർ കിട്ടുമോ, ആരായിരിക്കും കിട്ടില്ല. അപ്പൊ ഡിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് 7 കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി ഈനെ 3 സ്റ്റാർട്ട് ചെയ്യാൻ 2 സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ക്യാരി ജനറേറ്റ് ചെയ്യാം. ക്യാരി ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് ആൻസർ. കാരണം നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ C1 1 ആണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്, മനസ്സിലായി? അതുകൊണ്ടാണ് പറയണം C1 ഇന്ന് കൂട്ടിയിട്ടല്ലേ ഇവിടെ ക്യാരി വന്നത്. അപ്പൊ അതായത് ക്യാരി വന്നതെന്ന് അർത്ഥം ഇത് ഷുഡ് ബി 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം, 10ന്റെ എന്തായാലും 9ന്റെ അബവ് ആയിരിക്കും. 7 3 10, 7 4 11, 4 6 10. പക്ഷെ നമ്മൾ 7 ചൂസ് ചെയ്തു. അപ്പൊ ഡിനെ നമുക്ക് ഡിക്ക് 7 കിട്ടി, ഈക്ക് 5 കിട്ടി. അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്ലൈഡ് നോക്കാം. അടുത്തതില് 7 ആയി. അപ്പൊ നമുക്ക് അവസാനം 9. ഇനി ഡി ഡി എന്താ, ഡി 7, പിന്നെ എന്താണ് 5. അപ്പൊ ഇവിടെ 5 കൊടുക്കുകയാണെങ്കിൽ എന്താവും, ഇവിടെയും 5 ആവും. ഇവിടെ എന്താണ് 2, y എവിടെയും 2 ഉണ്ടോ, ഇവിടെയും 5, ഇവിടെയും 5, ഇവിടെയും 5. ഇനി n വേണം അല്ലെ, നമുക്ക് ഓൾറെഡി ഇത് 5 ആണെങ്കിൽ ഇനി എന്നിന്റെ മാത്രം കണ്ടെത്താം. ഒന്ന് 4 7 അഞ്ഞത്താണ് 12 അല്ലെ. ആ 12 വരണമെങ്കിൽ ഇവിടെ 1 ഇവിടെ കൂട്ടണ്ടേ, 1 ഇട്ട് എത്രയാണ് 8 1 എത്രയാണ് 9 അല്ലെ. പക്ഷെ ഈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ, 5 അല്ലെ. ഈയുടെ വാല്യൂ കണ്ടുപിടിച്ചു 5. അപ്പൊ ഈ 5 കണ്ടുപിടിക്കും. ഇത് എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. 7 5 വന്നിട്ട് ഇവിടെ 1, ഇത് 5, അതായത് 8ഉം 1ഉം 9. എന്നിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. 8 1 9, ഇവിടെ 5ഉം വേണം. ഇവിടെ നമ്മൾ ക്യാരി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്താണ് ജനറേറ്റ് ചെയ്തത് C2 പറഞ്ഞില്ലേ. ഇത് C3 ആണ്, ഇത് C3 ആണ്, ഇത് C2 എന്തായിരുന്നു 1, C2 1 ആണ് പറഞ്ഞത്. അതായത് ഇറ്റ് ഷുഡ് ബി മോർ ദാൻ, അതായത് 15 ആയിരിക്കണം. 15 ആകുമ്പോഴല്ലേ ഇത് 1 ഇങ്ങോട്ട് പോലും. അപ്പൊ ഏത് നമ്പർ കൂട്ടിയതാണ് 15 വരിക, 8ഉം 1 9, 9 6 15. അപ്പൊ n6 കണ്ട, n6 7 5 12, ബാക്കി 1 6 7 8 15, ബാക്കി 1 5 6 9 10. അപ്പൊ നമ്മള് എല്ലാ നമ്പറിന്റെയും എല്ലാ ക്യാരക്ടേഴ്സിന്റെയും നമ്പർ കണ്ടുപിടിച്ചു. ഇതാണ് CSP. ഇതാണ് എന്ത് CSP. ഉള്ള സ്ക്രിപ്റ്റ് വളരെ സംഭവം സിമ്പിളേ ഉള്ളൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സാർ ഇത് മനസ്സിലായിരിക്കും, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, ഇനിയാണ് നമ്മൾ കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ മോഡ്. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, എല്ലാ ക്യാരക്ടേഴ്സും സാർ റാൻഡംലി അസൈൻ ചെയ്തു, ഞാൻ 7 അസൈൻ ചെയ്തു, സാർക്ക് എന്താ 3 കൊടുത്തുകൂടെ ചോദിക്കും, കൊടുക്കാം. പക്ഷെ ഇത് ആൻസർ എത്തിക്കാൻ വേണ്ടി അവർ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ ഇത് എങ്ങനെ ചെയ്തു, എല്ലാ സ്റ്റെപ്പും വെരിഫൈ ചെയ്ത് ബാക്ക് ട്രാക്ക് ചെയ്ത് വീണ്ടും നമ്മൾ ടൈം ടേബിൾ ഇടും. ഇപ്പൊ എന്റെ ടൈം ടേബിൾ ഇല്ല. അപ്പൊ എന്റെ ടൈം ടേബിൾ ഇട്ടപ്പോ മിസ്സിന് ആകെ ഒരു കോൺഫ്ലിക്റ്റ് ആയി. കാരണം ബുധനാഴ്ച 2nd അവർ സാറിന് ഇട്ടു ചെയ്യാം പ്രസ്. ആ സമയത്ത് അവിടെ S4 എനിക്ക് ഓൾറെഡി അവന്ന് ചെയ്യാം. അപ്പൊ ആകെ കൂടി കൺഫ്യൂഷൻ ആയി. അപ്പൊ മൊത്തം എന്റെ ടൈം ടേബിൾ മാറ്റി തരും അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇതിനെ കൺസ്ട്രെയിനെ ഒപ്റ്റിമൈസ് ചെയ്യാം, അതായത് റൂൾസിനെ നമുക്ക് ഇതിനെ വളരെ ഒപ്റ്റിമൈസ് ചെയ്യാം, അതായത് വളരെ ബെസ്റ്റ് ആക്കാം.
പ്രിഫറൻസ് കൺസ്ട്രെയിൻസ് എന്നൊരു സംഭവം. പ്രിഫറൻസ് ഏത് കൺസ്ട്രെയിൻസിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ 44 പേരിലില്ല. ഈ 44 പേരില് പ്രിഫർ പറഞ്ഞ ഇപ്പൊ ഞാൻ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ്സിൽ ആരും ടോപ്പേഴ്സിന് കൊടുക്കണമെങ്കിൽ ഞാൻ അവരായിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം അവർക്കാണല്ലോ അവരാണല്ലോ ടോപ്പറായത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, പ്രയോറിറ്റി കൊടുക്കണം. അപ്പൊ അതേപോലെയാണ് ഇവിടെ പറയുന്നത്. യൂണിവേഴ്സിറ്റി ക്ലാസ് ഷെഡ്യൂൾ പ്രൊഫസർ ആർ മൈറ്റ് പ്രിഫർ ടീച്ചിങ് ഇൻ ദി മോർണിംഗ്. അപ്പൊ ഇവിടെ അതാണ് ചില പറഞ്ഞത്. ഇപ്പൊ ചില പ്രൊഫസേഴ്സ് ഇപ്പൊ മാത്സിന്റെ കേസ് നോക്കാം. ഞങ്ങൾക്ക് S1 മുതൽ പഠിക്കാൻ തുടങ്ങിയാണല്ലോ. അപ്പോൾ മാത്സ് ടീച്ചേഴ്സ് പറയും, സാറേ എനിക്ക് രാവിലെ ഇടുകയാണ് നല്ലത്. ചില ടൈം ടേബിൾ ഇടുന്നവരോട് പറയും, മാത്സ് ആണ് ഒന്ന് ദയവ് ചെയ്ത് ഒരു 5 ദിവസത്തിൽ 3 ദിവസം മാത്സ് രാവിലെ പോകും, കാരണം ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഉറങ്ങും. ചില പറയും എനിക്ക് ഉച്ചശേഷം മതി. കാരണം ചിലർ നിങ്ങൾ ടൈം ടേബിൾ ശ്രദ്ധിച്ചാൽ നോക്കൂ, ചില ദൂരെ വരുന്നവര് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നവര് തിങ്കളാഴ്ച ആദ്യത്തെ വിളിച്ച് നോക്കിയില്ല, അവർ ഉച്ചശേഷം കിട്ടാൻ മതി പറയും. അപ്പൊ അത് തന്നെയാണ് പ്രിഫറൻസ് കൺസ്ട്രെയിൻസ്. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞില്ലേ, സൗത്ത് വെൽസിന് ഗ്രീൻ കളർ ഇഷ്ടമല്ല. അപ്പൊ ഗ്രീനിന് ആ ഡൊമൈൻ ഒഴിവാക്കി. ഇനി അയാൾക്ക് റെഡോ ബ്ലൂവോ കൊടുക്കാം. നിങ്ങൾ ഗ്രീൻ ഇഷ്ടമല്ലല്ലോ പറഞ്ഞത്, അപ്പൊ റെഡോ ബ്ലൂവോ തരാം. അത് തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനും ഡൊമൈന് ഒഴിവാക്കാം. അപ്പൊ എനിക്ക് എന്നോട് പറയുന്നു, സാറ് എനിക്ക് മോർണിംഗ് മതി, മോർണിംഗ് ഫസ്റ്റ് അവർ പറഞ്ഞ് പിന്നെ കഴിഞ്ഞു, ഫസ്റ്റ് അവർ ഓൾറെഡി അലോട്ടഡ്. പിന്നെ ആര് വന്ന് ചോദിച്ചാൽ ഇല്ല സാർ ഇയാളെ അലോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എനിക്ക് വേറെ എവിടെയും കോൺഫ്ലിക്റ്റ് ഇല്ല. അത് തന്നെയാണ് ഇവിടെ പ്രിഫറൻസ് കൺസ്ട്രെയിന്റ്. ഇനി നമ്മൾ കൺസ്ട്രെയിൻഡ് പ്രൊപ്പഗേഷൻ. എന്താണ് കൺസ്ട്രെയിൻഡ്? കൺസ്ട്രെയിനിനെ എങ്ങനെ പ്രൊപ്പഗേഷൻ, അതായത് ഈ വേർഡ് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, ഹിന്ദിക്ക് 29 സ്റ്റേറ്റ് ഉണ്ട്. അതിൽ തന്നെ കേരളത്തിൽ നമ്മൾ പ്രിഫർ ചെയ്യാനില്ല. അപ്പൊ നമ്മളിപ്പോ 29 സ്റ്റേറ്റിൽ ഇപ്പൊ ഞാനൊരു 10 സ്റ്റേറ്റ് എടുക്കുന്നു. 29 സ്റ്റേറ്റിനകത്ത് സമയം ലാഭിക്കാൻ വേണ്ടിട്ടാ, വേറൊന്നുമില്ല. അപ്പൊ നമുക്ക് 10 സ്റ്റേറ്റ് ഉണ്ട്, ഒരു 5 കളർ നമ്മൾ കഴിക്കാം. അത്ര 5 കളർ തന്നിട്ടുണ്ട്. ഈ മാപ്പ് ചെയ്യണം. നമ്മളിപ്പോ മറ്റേ ഓസ്ട്രേലിയയുടെ മാപ്പ് കണ്ടില്ല, 5 സ്റ്റേറ്റും 3 കളറും. അത് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ, ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞില്ലേ, അതേപോലെയാണ്. അപ്പൊ ഒരു സൗത്ത് തന്നെ, ഇപ്പൊ ഞാന് മറ്റേ സൗത്ത് ഓസ്ട്രേലിയയിൽ റെഡ് കളർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നെയ്ബേഴ്സിന് റെഡ് കളർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അതാണ് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രെയിൻഡ് പ്രൊപ്പഗേഷൻ. അതെ, ഒരു ഇൻഫ്ലുവൻസ് കൊടുത്ത് ഇനി അയാൾ കൺസിസ്റ്റന്റ്, അയാൾ ആദ്യം കൺസിസ്റ്റന്റ് ആക്കാം. അതെ, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലല്ലോ, മറ്റാർക്കും ഞാൻ കാരണം മറ്റാർക്കും പ്രോബ്ലം വരുന്നുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്താൽ നമ്മൾ എന്തല്ലോ അതൊരു ഇൻഫ്ലുവൻസ് ആണ് പറയാൻ പറ്റും. മനസ്സിലായോ? അതായത് നമ്മൾ മറ്റേ ലാസ്റ്റ് കേസിൽ ഞാൻ പറയുന്നത് ഇതല്ല, മറ്റേ ഇതല്ല, ഇതുമല്ല, ഇപ്പൊ ഇവിടെ നോക്കൂ, കണ്ടാ, ഇവിടെ അയാളുടെ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് റെഡ് കൊടുക്കാൻ പറ്റില്ല, ഇയാൾക്കും റെഡ് കൊടുക്കാൻ പറ്റില്ല. ഇനി ഗ്രീൻ കൊടുക്കുകയാണെങ്കിൽ അത് മാത്രമല്ല, ഇവിടെ നമ്മളിപ്പോ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് റെഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇയാൾക്ക് റെഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇയാൾക്ക് റെഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇയാൾക്ക് റെഡ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇയാൾക്ക് റെഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇയാളുടെ സെറ്റിൽ നിന്നും, അതായത് ഇയാളുടെ പേരിൽ നിന്നും ഡൊമൈൻസ് 3 പോയിട്ട് ഇപ്പൊ എന്താവും, 2 മാറും. അതായത് റെഡ് പോയല്ലോ, റെഡ് ഇയാൾക്ക് അസൈൻ ചെയ്തല്ലോ. അപ്പൊ ബാക്കി എന്താണ്, ഗ്രീന്. പക്ഷെ ഇയാൾ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താവും, ഈ സെറ്റിൽ നിന്ന് ഗ്രീന് പോയി, ബാക്കി ബ്ലൂ ഉള്ളൂ. ഇയാൾ ബ്ലൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇയാൾ റെഡ് കൊടുത്തു, അപ്പൊ ഇനി ഒരു ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, എന്താണ്, ഇയാൾക്ക് ഗ്രീൻ കൊടുത്തു. കാരണം എന്തുകൊണ്ടാ പറയാൻ കഴിഞ്ഞാൽ അത് ഞാൻ പറയാം, ഇത് എങ്ങനെ ബ്ലൂ എന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ആലോചിക്കാം. ഇവിടെ റെഡ് കൊടുത്തു, ജസ്റ്റ് റാൻഡം അസൈൻ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ഇയാളെ തൊട്ടടുത്ത് ഇയാൾ ഇത് മൂടും, ഇത് RGB എന്ന് കൊടുത്തു, വെറുതെ ഒന്ന് കൊടുത്തു പോയി. കാരണം ഇതിന്റെ നെയ്ബേഴ്സ് ആയിരിക്കണം ഇവർ രണ്ടുപേരില്ലേ. അപ്പൊ നെയ്ബേഴ്സിന് ഒരേ കളർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് ഞാൻ ഗ്രീൻ വെറുതെ ഒന്ന് കൊടുത്തു, ബ്ലൂ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. പക്ഷെ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇവര് ഗ്രീൻ കൊടുക്കാൻ. അപ്പൊ ഗ്രീൻ കൊടുത്തു, ഇവിടെ ബ്ലൂ കൊടുത്തു. ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ഇയാളിൽ നിന്നും ബ്ലൂ റിമൂവ് ചെയ്യണം, ഇയാളിൽ നിന്നും ബ്ലൂ റിമൂവ് ചെയ്യണം, ഇയാളിൽ നിന്നും ബ്ലൂ റിമൂവ് ചെയ്യണം, ഇയാളിൽ നിന്നും ബ്ലൂ റിമൂവ് ചെയ്യണം,
ഇയാളിൽ നിന്നും ബ്ലൂ റിമൂവ് ചെയ്യണം. അല്ല, ഓൾറെഡി റെഡ് അസൈൻ ചെയ്തുകൊണ്ട് നോക്കണം. ഇയാളും ഓൾറെഡി അസൈൻ ചെയ്തു. അപ്പോൾ ഇയാൾ ഗ്രീൻ അസൈൻ ചെയ്തുകൊണ്ട് ഇയാളിൽ നിന്ന് ഗ്രീൻ പോയില്ലേ, ബാക്കി എന്ത് തന്നെ റെഡേ ഉള്ളൂ. ഇനി റെഡ് ഇയാൾക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് എന്താ കൊടുക്കുക? ബ്ലൂ ഓൾറെഡി കൊടുത്തു അല്ലെ. ഇയാളുടെ 2 നെയ്ബേഴ്സേ ഉള്ളൂ. ആരാണ്? ബ്ലൂവും പിന്നെന്താ ഇവിടെ ഓൾറെഡി എന്താ കൊടുത്ത്? റെഡ്, ബ്ലൂ കൊടുത്തു, ഗ്രീൻ കൊടുത്തു, ബാക്കി എന്താ? റെഡ്. അപ്പൊ ഇവിടെ എന്താ ഇയാൾക്ക് എന്ത് ചെയ്യാം? ഗ്രീൻ ഉപയോഗിക്കാം. ബ്ലൂവും ഗ്രീനും ഉപയോഗിച്ച് ഇവിടെ എന്താ വരാം? റെഡ് ഉപയോഗിക്കാം. കേട്ടോ, റെഡ് ഉപയോഗിച്ചു. അങ്ങനെയാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ അതാണെന്ത്? അതാണ് ഇതൊക്കെ കഴിഞ്ഞല്ലോ. ഇതും കഴിഞ്ഞു. സെന്റ് മോർ മണി ഇതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഏതായിരുന്നു? അപ്പൊ ഇതാണ് എന്ത്? പ്രിഫറൻസ് കൺസ്ട്രെയിൻസ് അല്ലെ? പ്രിഫറൻസ് കൺസ്ട്രെയിൻസ് അല്ലല്ലോ, അത് കഴിഞ്ഞു. അപ്പൊ അതാണ് എന്ത്? ഇൻഫ്ലുവൻസ് റൂൾ. അതാണ് ഇൻഫ്ലുവൻസ് കൺസ്ട്രെയിൻ പ്രൊപ്പഗേഷൻ. അതായത് കൺസ്ട്രെയിൻസ് ഉപയോഗിച്ചിട്ട് ലീഗൽ ആണോ, ലീഗൽ വാല്യൂസിനെ കുറയ്ക്കുക. അതായത് തന്ന ഡൊമൈൻസിൽ 3 കളറിൽ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ബാക്കി മറ്റേ സ്റ്റേറ്റിൽ നിന്നും എന്താവും? മറ്റേ സ്റ്റേറ്റിൽ നിന്നും ആ കളറിന് കൊടുക്കാൻ പറ്റുമോ? ഇയാൾക്ക് ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ മറ്റു സ്റ്റേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. പിന്നെ അയാൾ ആ വാല്യൂ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്റെ കയ്യിലുള്ള സാധനം ഒരെണ്ണം ഞാൻ റിമൂവ് ചെയ്തു, കാരണം എനിക്ക് ആ കളർ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് എല്ലാവർക്കും എന്താവും? ഓരോ സ്റ്റേറ്റിനും ഇൻഡിവിജ്വൽ കളർ വരും. അങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും കൺസിസ്റ്റന്റ് ആവും, ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. അതിന്റെ അർത്ഥം കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈഡ്. ദാറ്റ് ഈസ് കോൾഡ് കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ എന്ത് ചെയ്യാം? സെർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ പ്രീ പ്രോസസ് ചെയ്യണം. ആർക്കും പ്രോബ്ലം ഉണ്ടോ ഈ അസൈൻമെന്റിൽ? നമ്മൾ ടൈം ടേബിൾ എല്ലാം ജസ്റ്റ് വെരിഫൈ ചെയ്തിട്ട് എല്ലാ ഓരോ സ്റ്റാഫിനെ വിളിച്ച് സാർ ഇതാണ് ടൈം ടേബിൾ, ഓക്കെ ആണോ? എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ? അവർ ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുണ്ടാവും. ഏതായാലും ഒന്നുകൂടി കോൺഫ്ലിക്റ്റ് നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുമല്ലോ. സാർ ഇവിടെയാണ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ മറ്റു സ്റ്റാഫിന് ഒരു പ്രോബ്ലം ഇല്ല, എനിക്ക് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? സാർ ഒന്നുകൂടി ഞാൻ നോക്കട്ടെ പറയും. അതാണ് ഇത്. ഇനി ലോക്കൽ കൺസിസ്റ്റൻസി. അപ്പൊ 2 ടൈപ്പ് കൺസിസ്റ്റൻസി ഉണ്ട്. അത് നമ്മൾ വരാൻ പോകുന്നുള്ളൂ. 2 അല്ല 3, 4 കൺസിസ്റ്റൻസി ഉണ്ട്. അല്ല, ആദ്യത്തെ കൺസിസ്റ്റൻസി ലോക്കൽ. ലോക്കൽ വന്നാൽ എന്റെ കേസ് മാത്രം ഞാൻ എടുക്കണം. ഇപ്പൊ എന്നെയാണ് ആദ്യം വിസിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സാർക്ക് 3 കളർ ഞാൻ തരാം. സാർക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തോ. ഞാൻ പറയും ഞാൻ റെഡ് ചൂസ് ചെയ്തു. അതാണ് എന്ത്? ലോക്കൽ കൺസിസ്റ്റൻസി. അതിൽ തന്നെയാണ് ഇനി അപ്പൊ ഈ we treat each variable as a node in a graph and each variable considers an arc. The process enforces an arc. ഇനി അതൊന്നായി. ഇനി എന്റെ തൊട്ടടുത്ത് അയാൾ പോയി, അതായത് എന്റെ തൊട്ടടുത്ത് 2 പേരുണ്ട്, നെയ്ബേഴ്സ് ഉണ്ട്. അതായത് ഞാൻ മിഡിലാണ്, എന്റെ തണ ആദ്യം വന്നത്. എന്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളും റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളും ഞാൻ ഉപയോഗിക്കുന്ന കളർ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണുള്ള കൺസ്ട്രെയിന്റ് പറഞ്ഞത്, അതാണ് റൂൾ. അപ്പൊ അയാൾക്ക് ഏത് കളർ ഉപയോഗിക്കാം? വേറെ ഏതെങ്കിലും കളർ ഉപയോഗിക്കാം. അങ്ങനെ അയാൾക്ക് ഞാൻ ഉപയോഗിക്കാത്ത ഏതെങ്കിലും കളർ ഉപയോഗിക്കും. ഇനി അയാൾ ഉപയോഗിച്ച കളർ എന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഉപയോഗിച്ച കളർ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇല്ല. കയ്യിൽ എത്ര ഉണ്ട്? 3 കളറുണ്ട്. സംഭവം കൺസിസ്റ്റന്റ് ആയി. എനിക്ക് ഇഷ്യൂ ഉണ്ടോ? ഇല്ല. ഞാൻ ഓൾറെഡി റെഡ് ചൂസ് ചെയ്തു, അയാൾ ഗ്രീൻ ചൂസ് ചെയ്തു, എന്റെ റൈറ്റ് സൈഡിൽ ബ്ലൂ ചൂസ് ചെയ്തു. ആർക്കും എന്ത് പ്രോബ്ലം? ദാറ്റ് ഈസ് കോൾഡ് കൺസിസ്റ്റൻസി. ഓക്കെ, അതാണ് ലോക്കൽ കൺസിസ്റ്റൻസി. അതില് ആദ്യം ഇതാണ് നോഡ് കൺസിസ്റ്റൻസി. വേരിയബിൾസ് വിത്ത് വാല്യൂസ് ഇൻ ദ വേരിയബിൾസ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ വേരിയബിൾസ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത്, ഇപ്പൊ ഓസ്ട്രേലിയ, നമ്മൾ ഓസ്ട്രേലിയ 5 സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. അതിൽ സൗത്ത് ഓസ്ട്രേലിയയും പറയുന്നത്, ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണോ? അല്ലല്ലേ. അപ്പൊ അതിൽ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ് സൗത്ത് ഓസ്ട്രേലിയ. ആ മാപ്പ് നിങ്ങൾ ഒന്നും കൂടി നോക്കുക, കഴിഞ്ഞ വീഡിയോ നോക്കുകയാണെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയ, അതായത് ഓസ്ട്രേലിയ മാപ്പിൽ ഒരു സ്റ്റേറ്റ് ആണ് സൗത്ത് ഓസ്ട്രേലിയ. അയാൾക്ക് പറഞ്ഞ് ഗ്രീൻ ഇഷ്ടമല്ല. അപ്പൊ അയാൾക്ക് ഗ്രീൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് 44 പേര് പറയും സാർ എനിക്ക് റെഡ് കളർ വേണ്ട. ഒരാൾ പറയാൻ റെഡ് കളർ ഉണ്ടാ, വേറെ ആളും പറയുന്നത് റെഡ് കളർ ഉണ്ടാ. അപ്പൊ അവരെന്ത് ചെയ്യും? നെയ്ബേഴ്സ്, അവര് നെയ്ബേഴ്സ് സെറ്റിലാവാൻ പാടില്ല, നിങ്ങൾ മാറിക്കോന്ന് പറയും. അപ്പോ ഈ ഗ്രീന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അയാളുടെ സെറ്റ് എന്തുണ്ടാവും? അയാൾക്ക് ഏത് കളർ ചൂസ് ചെയ്യാം? റെഡ് ചൂസ് ചെയ്യാം, ബ്ലൂ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാക്കണം, റെഡ് ബ്ലൂ ആയി. അപ്പോൾ നെറ്റ്വർക്ക് അപ്പൊ എന്തായി? അയാൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. എനിക്ക് ഗ്രീൻ ഇഷ്ടമല്ല, എനിക്ക് റെഡും ബ്ലൂ കിട്ടിയില്ലേ,
അപ്പൊ അതാണ് എന്ത് നോഡ് കൺസിസ്റ്റന്റ്, ഒരാളുടെ കേസ് മാത്രം. ഇതിനാണ് യൂണറി കൺസിസ്റ്റന്റ് പറയുന്നത്. ഇനി ആർക്ക് കൺസിസ്റ്റൻസി കഴിഞ്ഞാൽ നമ്മൾ നോക്കൂ, ഒരു ആർക്ക് വരയ്ക്കാൻ. ആർക്ക് ആ വേർഡിന് അറിയാം, ആർക്ക്. ആർക്ക് വരെ എന്താണ്, ഇങ്ങനെയാണ് ആർക്ക് അല്ലെ. ദാറ്റ് മീൻസ് ഇവിടെ ഒരു നോഡ് ഉണ്ടാവണ്ടേ, ഇവിടെ ഒരു നോഡ് ഉണ്ടാവണ്ടേ. അതായത് ഈ കേസിൽ രണ്ട് പേരുടെ കൺസിസ്റ്റന്റ് എടുക്കണം, രണ്ട് നോഡിന്റെ കേസ് എടുക്കണം. ഒന്ന് കേരളമാണെങ്കിൽ ഇവിടെ തമിഴ്നാട്. അപ്പോൾ ഞാനും എൻ്റെ നെയ്ബറിലുള്ള ആളും തമ്മിൽ വലിയ പ്രോബ്ലം ഉണ്ടോ? ഞാൻ റെഡ് ചൂസ് ചെയ്താണെങ്കിൽ അയാൾ റെഡ് ചൂസ് ചെയ്യാനില്ല, അല്ലാത്ത കളർ അയാൾ ചൂസ് ചെയ്തു. മനസ്സിലായോ? ഞാൻ പ്രിഫറൻസ് ഇവിടെയാണ് വരുന്നത്. മനസ്സിലായി? എനിക്ക് തമ്മിൽ എന്തെങ്കിലും, എനിക്കും അയാൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് വരുന്നുണ്ടോ, അത് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുന്നു, അത് മാത്രം ചെയ്യും. പിന്നെ അത് മാത്രമല്ല, വേൾഡ് നമുക്ക് മൂന്നാമതായിട്ട് വേണമെങ്കിൽ വയ്ക്കാം. അതാണ് പറയുന്നത് എവരി വാല്യൂ ഇൻ ഇറ്റ്സ് ഡൊമൈൻ സാറ്റിസ്ഫൈ ദ വേരിയബിൾസ് ബൈനറി കൺസ്ട്രെയിന്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് സാർ ബൈനറി കൺസ്ട്രെയിൻസ് ഞാൻ ആദ്യത്തെ രണ്ടുപേരാണോ? അല്ല, ഞാൻ വേണമെങ്കിൽ ഞാനും എന്റെ തൊട്ടടുത്തല്ലാതെ മൂന്നാമത്തെ നെയ്ബറും ഒത്തുവരിക. അപ്പൊ ഞാൻ പറയും മൂന്നാമത്തെ ആള് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ റെഡ് എടുത്തു, അപ്പൊ അയാൾ നിന്നും റെഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്പൊ അതാണ് പറയുന്നത്. നോക്കൂ, എക്സ് ഈസ് എൻ ആർ കൺസ്ട്രെയിന്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ. അത് ഏതാവട്ടെ, ഇതൊരു സ്റ്റേറ്റ്, ഇതൊരു അണ്ടർ സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ എന്താ പറയുന്നത്, for every value in the current domain. ഇപ്പൊ കറണ്ട് ഡൊമൈനിൽ ഇപ്പൊ റെഡും ഗ്രീനും ബ്ലൂ ആണെങ്കിൽ there is some value in the domain region that satisfy the binary constraint on R. അതാണ് ഞാൻ പറഞ്ഞത് എവരി വാല്യൂ ഇൻ ദ കറണ്ട് ഡൊമൈൻ. ഇപ്പൊ ആർ ജി ബി ഇതാണ് കറണ്ട് ഡൊമൈനിൽ ഉള്ളത്. ഇതില് സം വാല്യൂ ഇൻ ദ ഡൊമൈൻ ഡി that satisfy the binary constraint. സം വാല്യൂ, അതിൽ ഒരു വാല്യൂ എക്സ് ഐ, അതായത് ഞാൻ റെഡ് ചൂസ് ആണെങ്കിൽ അയാൾ ഗ്രീൻ ചൂസ് ചെയ്യും. അപ്പോൾ ആ ഡൊമൈനിൽ കറണ്ട് ഡൊമൈനിൽ ഇപ്പോൾ കിടക്കുന്ന റെഡും ഗ്രീനും മാത്രമാണെങ്കിൽ പ്രോബ്ലം ഇല്ല. അതാണ് ആർ കൺസിസ്റ്റന്റ്. അതിന്റെ കൂടുതൽ പ്രോബ്ലം, ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത സ്ലൈഡ് വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര ശ്രദ്ധിക്കുക. എവരി വേരിയബിൾ ഈസ് ആർ കൺസിസ്റ്റന്റ്. അപ്പോൾ നെറ്റ്വർക്ക്, അപ്പൊ ഇതൊരു ആർക്ക് കൺസിസ്റ്റന്റ് ആണ്. ഇനി നെറ്റ്വർക്ക് ആർ കൺസിസ്റ്റന്റ് എന്താ, എവരി വേരിയബിൾ ഞാനും വേറെ ഒരു സ്റ്റേറ്റും കൂടെ നോക്കുമ്പോൾ ഞാൻ റെഡ് ചൂസ് ചെയ്തു, അവിടെയും റെഡ് ചൂസ് ചെയ്തതിന് കൺസിസ്റ്റന്റ് ആവില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ പറയാൻ പറ്റുന്നത്. കേട്ടോ, ഇവിടെ നോക്കൂ, ഇപ്പൊ ഇത് കണ്ടുപിടിക്കാൻ മതി. വൈ ഇതൊരു കൺസിസ്റ്റന്റ് ആണ്, അത് കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ വൈ എന്താവും? 0. എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ സ്റ്റാർട്ട് വിത്ത് പോസിറ്റീവ് വാല്യൂ എക്സിന്, പിന്നെ അടുത്ത് 1 എടുത്തു, അപ്പൊ എന്താവും? വൈ 1 ആവും. എക്സിന് ഇതാണ് നമ്മൾ കണ്ടീഷൻ, നമ്മളതിന്റെ ഡൊമൈൻസ് കണ്ടുപിടിക്കുക. എക്സിന് ഞാൻ 2 എടുത്തു, കാരണം 0 to 9 വേണേ എന്ത് വേണമെങ്കിൽ കൊടുക്കുക. എക്സിന് 2 എടുത്തു കഴിഞ്ഞാൽ വൈ എന്താവും? 2² എന്താവും? 4 ആവും അല്ലേ? അതായത് എക്സിന്റെ അതേ വാല്യൂ ആണോ വൈന് വരുന്നത്? അല്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇയാൾക്ക് ഏത് വാല്യൂ ആണ് കൊടുക്കുന്നത് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ വേറെ ഒരാൾക്ക് പോലും കൊടുക്കാറില്ല. അതാണ് പറയുന്നത് എക്സ് 0 ആകുമ്പോൾ ഇയാൾ വൈ 0 ആണ്. ഓക്കെ, ശരിയാണ്. എക്സ് 1 ആകുമ്പോൾ വൈ 1. ഇവിടെ രണ്ടും കൺസിസ്റ്റന്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ബോത്ത് വൈ ഇസ് എക്സ് ആൻഡ് വൈ ഇസ് സെറ്റ് ഡിജിറ്റ്. എക്സും വൈയും സെറ്റ് ഓഫ് ഡിജിറ്റ്സ് ആണ്. കൺസ്ട്രെയിന്റ് ഇതാണ്, ഇങ്ങനത്തെ കൺസ്ട്രെയിൻസ് വരാം. എക്സ് വൈ 0 വരാം, 1 വരാം, എക്സ് 2 ആകുമ്പോൾ വൈ 4 വരാം, എക്സ് 3 എടുക്കുമ്പോൾ വൈ 1. അപ്പോൾ എക്സ് വൈയും അതായത് ഈ രണ്ട് വാല്യൂ ഒരു കൺസിസ്റ്റന്റ് ആണെന്ന് പറയുന്നത് എക്സിനെ ഡൊമൈൻ എന്താക്കാൻ മാറ്റണം? 0. We reduce the x domain to 0, 1, 2, 3. നമുക്ക് ഈ അപ്പോൾ അതിൻ്റെ ഓൾസോ അപ്പോൾ അതിന്റെ ആർ ഷേപ്പ് ഇതായി മാറി. നമുക്ക് 0, 1, 2, 3 ചെയ്താൽ മതി. 9 വരെ ഇതിന്റെ ആവശ്യമോ ഇല്ല, നമുക്ക് 9 വരെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ നേരെ വിളിച്ച് വൈയുടെ ആർക്ക് ഇനി തിരിച്ച് ഇങ്ങനെയും ചെയ്തു, ഇനി ഇങ്ങനെയും വരെ ആർക്ക്. അപ്പൊ വൈ വിത്ത് റെസ്പെക്ട് എക്സ് അല്ലെ, എക്സ് 0 ആകുമ്പോൾ വൈ 0 ആയി, എക്സ് 1 ആകുമ്പോൾ 1 ആയി, ഇത് 2 ആകുമ്പോൾ എന്താവും? 4ലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ വാല്യൂസ് മാത്രം റെപ്രസെന്റ് ചെയ്ത പോലെ എന്തിനാ നമുക്ക് 2 റെപ്രസെന്റ് ചെയ്യാൻ ആവശ്യം? വൈക്ക്
എന്തിനാ 3 കൊടുക്കണം, എന്തിന് 5 കൊടുക്കണം, എന്തിന് 6 കൊടുക്കണം? അപ്പോൾ ഹോൾ CSP ഈസ് ആർ കൺസ്റ്റന്റ്. ഇതാണ് ആർ കൺസ്റ്റന്റ്. അതായത് ഞങ്ങൾ രണ്ടുപേരും എടുക്കുകയാണെങ്കിൽ ബൈനറി കൺസ്റ്റന്റ്, ഞങ്ങൾ രണ്ടുപേരും കൺസിഡർ ചെയ്യണമെങ്കിൽ ഞാൻ ഏത് കാര്യം മൂവ് ചെയ്യണം, നീ ആ കാര്യം മൂവ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എന്തായി, റിലേഷൻഷിപ്പ് ആയില്ലേ? ഒരു ബന്ധം എന്തായി, ഒരു പ്രോബ്ലം, ഒരു കോൺഫ്ലിക്റ്റും വരുന്നില്ല. ഇനി ആർ കൺസിസ്റ്റൻസി ക്യാൻ ഡു നത്തിങ് ഫോർ ഓസ്ട്രേലിയൻ മെത്തേഡ്. ഇപ്പോൾ ഇവിടെ ആർ കൺസിസ്റ്റൻസി ഒരു നോക്കുക, സൗത്ത് ഓസ്ട്രേലിയ, വെസ്റ്റ് ഓസ്ട്രേലിയ. ഇപ്പൊ സൗത്ത് ഓസ്ട്രേലിയ ഒരു ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സൗത്തിന് റെഡ് കൊടുക്കുകയാണെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയയുടെ നെയ്ബർ ആര്, വെസ്റ്റേൺ ഓസ്ട്രേലിയ, അപ്പൊ അയാൾക്ക് ഗ്രീൻ കൊടുക്കണം. ഇനി അയാൾക്ക് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ, ഇവിടെ പറഞ്ഞില്ലേ ഇപ്പൊ റെഡ് ഇയാൾക്ക് കൊടുത്തു, അപ്പൊ ബാക്കി ഗ്രീനോ ബ്ലൂ കൊടുക്കാം. നമ്മുടെ മറ്റേ സെറ്റ് ഇല്ലേ, മാത്സിൽ പഠിച്ചില്ലേ, സെറ്റ് 1 2 3 ആണെങ്കിൽ സെറ്റ് 1 അല്ലെങ്കിൽ സെറ്റ് 2 കൊടുക്കാം, അല്ലെങ്കിൽ സെറ്റ് 3 കൊടുക്കാം. പിന്നെ 1 2 1 3 2 3 1 3 അല്ല 1 3 2 3 1 2 3. അപ്പൊ അതുപോലെ ഗ്രീന് ഓർ ബ്ലൂ, അപ്പൊ റെഡ് കോമ്പിനേഷൻ വരാം, റെഡ് ഗ്രീൻ വരാം, റെഡ് ബ്ലൂ വരാം. ഇനി അടുത്ത് ചെയ്യാം, റെഡിന് വരെ ഞാൻ ഗ്രീൻ കൊടുത്തു. ഇനി ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഗ്രീനും വരാം, ബ്ലൂ വരാം. ഗ്രീൻ വരുമോ? ഇല്ല. ഗ്രീൻ റെഡ് വരില്ലേ? ഗ്രീൻ റെഡ് വന്നു. ഇവിടെ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ റെഡ് വലിച്ചുണ്ടാവും, ഏത് റെഡ് ബ്ലൂ. അപ്പൊ ഗ്രീൻ റെഡും ഗ്രീൻ ബ്ലൂ, ഗ്രീൻ റെഡും ഗ്രീൻ ബ്ലൂ. ഇനി റെഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് ഇവിടെ ഗ്രീൻ കൊടുത്തു. ഇനി അവസാനം ഏതാ ഉള്ളത്? അതായത് നമ്മള് മറ്റേ പവർ സെറ്റ് ഇല്ലേ, നമ്മൾ മാത്സ് പഠിച്ചില്ലേ, സെറ്റ് 2 ആണെങ്കിൽ 2 സെറ്റ് 3 ആണെങ്കിൽ 2 3 എത്രയാണ്? 8. അപ്പൊ അതേപോലെയാണ് ഇവിടെ 2 വരുമ്പോ ഇവിടെ എത്രയാണ് സെറ്റ്? റെഡ് ഗ്രീൻ ബ്ലൂ, അപ്പൊ 3, അപ്പൊ 8 വരുന്നുണ്ട്. 1 2 3 4 5 6, പിന്നെ 3 മറ്റ് 3 ഒരുമിച്ചുള്ളത് അല്ലെ, പവർ സെറ്റ് ഒക്കെ 3 വരും, പിന്നെ എം ടി സെറ്റ് വരും. അത് റെഡ് ഒഴിവാക്കാം, കാരണം ഈ രണ്ടിനെ വരുള്ളൂ. ഇവിടെ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ ഓർ ബ്ലൂ വരും, കാരണം ഇവിടെ കണ്ടീഷൻ എന്താണ്, രണ്ടുപേർക്കും ഒരേ കളർ വരാറില്ല. അതാണ് ഈ നോ മാറ്റർ വാട്ട് വാല്യൂ സൗത്ത് ഓസ്ട്രേലിയ ഓർ there is a valid value. ഇവിടെ നീ റെഡോ ഗ്രീനോ കൊടുത്താലും അവിടെ അയാൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ റെഡ് എടുത്ത് അയാൾ ബ്ലൂ, ഞാൻ ഗ്രീൻ എടുത്ത് കഴിഞ്ഞാൽ അയാൾ റെഡ് എടുക്കും. സോ ഇതൊരു ആർക്ക് കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെസ്റ്റ് ഓസ്ട്രേലിയയുടെ നെയ്ബേഴ്സ് ആണ് ആര്? നോർത്താണ് അല്ലെ, നോർത്തേൺ ടെറിട്ടറി, സൗത്ത് ഓസ്ട്രേലിയ. അപ്പൊ ഞാൻ വെസ്റ്റ് ഓസ്ട്രേലിയ ഞാൻ റെഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ റെഡ് ചൂസ് ചെയ്തു. അപ്പൊ എന്റെ കയ്യിൽ നമ്മൾ ഓൾറെഡി സൗത്ത് ഓസ്ട്രേലിയയിൽ ഒരു ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, ഇത് വരുന്ന കളർ. ഇത് നമ്മള് ഈ ഫിഗർ എങ്ങനെ വന്നു ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഇതെങ്ങനെ കളർ നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളൊരു സൊല്യൂഷൻ അറിയല്ലോ. ഇതില് ഈ ആർക്കിന്റെ കേസാണ് നോക്കുന്നത്, ഇത് മാത്രമാണ് നോക്കുന്നത്. ഈ കേസിൽ ഈ നോർത്ത് സൗത്ത് വെയിൽസ്, അതായത് നോർത്ത് സൗത്ത് വെയിൽസ് അല്ലെ, ഇയാളുടെ നെയ്വ് ആരൊക്കെയാണ്? സൗത്ത് ഓസ്ട്രേലിയ, ക്യൂൻസ്ലാൻഡ്, വിക്ടോറിയ അല്ലെ. പക്ഷെ നമ്മൾ എടുക്കാൻ പോകുന്നത് നോർത്ത് സൗത്ത് വെയിൽസ്, സൗത്ത് ഓസ്ട്രേലിയ, ഇത് തമ്മിലാണ് ബന്ധം. അപ്പൊ ഞാൻ സൗത്ത് ഓസ്ട്രേലിയക്ക് ഓൾറെഡി ഞാൻ ബ്ലൂ കളർ കൊടുത്തു. അതെ, ഇവിടെ ബ്ലൂ ആണെങ്കിൽ ഇവിടെ ബ്ലൂ വരാൻ പാടുമോ? ഇല്ല. അപ്പൊ ഞാൻ ബ്ലൂവിനെ റിമൂവ് ചെയ്യണ്ടേ? അതാണ് അടുത്തത്. ഫോർ എവരി വാല്യൂ ഓഫ് എക്സ്. ഈ എക്സും വൈ എങ്ങനെയാ വന്നത് അതൊന്ന് മനസ്സിലാവും. ആർക്ക് ഞാൻ വരച്ചില്ലേ, ഈ ആരോ എവിടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, അയാള് വൈയും ഇയാള് എക്സും. അപ്പൊ ഇത് ആർക്ക് ഇങ്ങനെ വരയ്ക്കും, അപ്പൊ ഇതാരാണ്? എക്സ്. ഫോർ എവരി വാല്യൂ ഓഫ് എക്സ്, ആ ഒരു വാല്യൂ ഉള്ളൂ, അതേതാണ്? ബ്ലൂ. there is some value allowed. അപ്പൊ ഇവിടെ വൈ കൊടുക്കാൻ പാടുമോ? ഇല്ല. സോറി, നോർത്ത് സൗത്ത് വെയിൽസിൽ ബ്ലൂ കൊടുക്കാൻ പാടുമോ? ഇല്ല. അപ്പൊ അത് കട്ട് ചെയ്യും. അപ്പൊ അതാണ് അടുത്ത ഇതിൽ വരാൻ ബ്ലൂ പോയില്ലേ. അപ്പൊ ഇത് രണ്ടും കൺസിസ്റ്റന്റ് ആയി. ഇനി ഇവിടെ ബ്ലൂ മാത്രമേ ഇയാൾക്ക് പ്രശ്നമുള്ളൂ, ബ്ലൂ പോയി. ഇനി ഇയാൾ റെഡോ എന്ത് വേണേ എടുത്തോ, കുഴപ്പമില്ല, എന്റെ കളർ ചൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ. ഇനി ഇതേപോലെയാണ്. ഇനി അപ്പൊ ഇയാൾ ഓക്കെ, പക്ഷെ ഇയാൾക്ക് ഇനി ഒരു പ്രോബ്ലം ഇല്ല, കാരണം സൗത്ത് വെയിൽസിന് ഇവിടെ ആരൊക്കെയുണ്ട്? ടെർമിനിയ ഇയാളുടെ നെയ്ബർ അല്ല, അതുകൊണ്ട് ബ്ലൂ കുഴപ്പമില്ല. ഇനി സൗത്ത് ഓസ്ട്രേലിയയുടെ അടുത്താരാണ്? വിക്ടോറിയയും ഓക്കെ. അപ്പൊ നമ്മൾ നോക്കാം, ഇനി നമ്മൾ മിനിമം സെറ്റുകൾ നോക്കാം. അതായത് നോർത്ത് സൗത്ത് വെയിൽസ്, ഇനി നമ്മൾ കഴിഞ്ഞതാണ് നോർത്ത് സൗത്ത്. ഇനി ഇയാളുടെ ഫിക്സ് ആയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കണം.
അപ്പോൾ നോർത്ത് സൗത്ത് വെയിൽസ് വരാം. നോർത്ത് സൗത്ത് വെയിൽസിന്റെ നെയ്ബർ ആരാണ്? വിക്ടോറിയ. അപ്പൊ ഇനി അതാണ് നമ്മൾ എഴുതാമോ? നമ്മൾ സൗത്ത് ഓസ്ട്രേലിയ വിട്ടെ നമ്മളിപ്പോ ആദ്യം ആരെയാ ചെയ്തിപ്പോ ഇത് റിമൂവ് ചെയ്ത് ഇയാളല്ല. അപ്പൊ ഇയാൾ ഇനി ഓക്കെ ആണോ? ഇയാളായിട്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ ഇയാളുടെ നെയ്ബേഴ്സ് ആയിട്ട് കുഴപ്പമുണ്ടോ നോക്കാം. അതാണ് നമ്മൾ ഇവിടെ ആർ കൺസിസ്റ്റന്റ് ഒരു പ്രൊസീജിയർ. അതായത് ആദ്യം എക്സ് നിന്ന് വൈ എടുത്തു, ഇനി വൈയുടെ വാല്യൂ കൺസിസ്റ്റന്റ് ആക്കണം. എക്സ് ഇപ്പൊ കൺസിസ്റ്റന്റ് ആയി, ബ്ലൂ അല്ലാതെ, കാരണം ഇതിന് വേറെ ഏതെങ്കിലും കളർ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡിലീറ്റ് ചെയ്ത് പോയില്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഇനി നോർത്ത് സൗത്ത് വെയിൽസിന്റെ എന്ത് ചെയ്തു? അതിന്റെ എന്താ നെയ്ബർ ആരാണ്? വിക്ടോറിയ. നോർത്ത് സൗത്ത് വെയിൽസ് ബ്ലൂ ഓൾറെഡി കട്ടാണ് അല്ലെ? ഇങ്ങനെ വെച്ചു. ഇനി ഇയാള് റെഡ്, ഇയാളെ ബ്ലൂ പോയി, ഇനി ആകെ ഇയാൾക്ക് ഉപയോഗിക്കാൻ റെഡ്. പക്ഷെ ആ റെഡ് വിക്ടർ ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം ഉള്ളത് ആകെ ഒന്നേ ഉള്ളൂ. ഇയാള് യൂസ് ചെയ്തു, ഈ റെഡ് അല്ലാതെ വേറെ ഒരു വഴിയില്ല, കാരണം ബ്ലൂ ഓൾറെഡി പോയി. പക്ഷെ വരയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് എന്താണ്, ഇത് തമ്മിൽ ബന്ധം ഉണ്ടാവും. ഇവിടെ ഞാൻ റെഡ് ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇവിടെ റെഡിനെ റിമൂവ്. പക്ഷേ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്ത് ചെയ്തു? റെഡ് പോയി അല്ലെ? ഇനി നമ്മൾ വീണ്ടും എവിടെ ഇപ്പൊ നമ്മൾ ഈ ആ കൺസിസ്റ്റൻസി ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ സൗത്ത് ഓസ്ട്രേലിയയും നോർത്ത് സൗത്ത്. ഇനി ആരുടെ നമ്മൾ ചെക്ക് ചെയ്തപ്പോ ആരുടെ റിമൂവ് ചെയ്ത്? നോർത്ത് സൗത്ത് വെയിൽസ് അല്ലെ? അവരുടെ നെയ്ബേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോഴാണ് വിക്ടോറിയ. ഇനി വിക്ടോറിയയുടെ നെയ്ബേഴ്സ്, കാരണം എവിടെ ഏത് നോടെന്നാണോ കളർ റിമൂവ് ചെയ്ത് അവരുടെ നെയ്ബേഴ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ആ കൺസിസ്റ്റൻസി എങ്ങനെയാണ്? നമ്മൾ ആർക്ക് നോക്കണ്ട, അവർ രണ്ടുപേരും തമ്മിൽ ബന്ധത്തില് അവിടെ നെയ്ബറിൽ നിന്ന്, അതായത് എന്റെ നെയ്ബറിൽ നിന്ന് ഒരു കളർ അവർ റിമൂവ് ചെയ്തു. ഇനി എന്നെ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ഇനി അവരും അവരുടെ നെയ്ബറായിട്ട് മാത്രം നോക്കിയാൽ അങ്ങനെ പോകണം. കണ്ട, ഒന്ന് ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു തുടങ്ങിയത്? തുടങ്ങിയത് ഇതായിരുന്നു അല്ലെ? അപ്പൊ ഞാൻ ബ്ലൂ ഉപയോഗിച്ചു, ഇനി അവൻ ബ്ലൂ ഉപയോഗിക്കാൻ പാടും ഇല്ല, അപ്പൊ അവൻ ഇന്ന് റിമൂവ്. ഇനി അവൻ എന്താ നോക്കേണ്ടത്? ഞാൻ റെഡ് ഉപയോഗിച്ചു, ഇനി വേറെ ആരെങ്കിലും റെഡ് ഉപയോഗിക്കുന്നുണ്ടോ? അപ്പൊ അയാളുടെ നെയ്ബർ നോക്കും. അയാളുടെ നെയ്ബർ ആരാണ്? വിക്ടോറിയ. വിക്ടോറിയ. എന്റെ കളർ നീ ഉപയോഗിച്ചു, റിമൂവ് ചെയ്തു. ഇനി ആര് ചെക്ക് ചെയ്യേണ്ടത്? വിക്ടോറിയ ആരാണ്? വിക്ടോറിയാണ്. കാരണം ഇനി അവനാണ് ചെക്ക് ചെയ്യേണ്ടത്. എന്റെ പോയി, ഇനി എനിക്ക് ആ 2 കളർ ഉള്ളൂ. ഓക്കെ, ഇനി ആരെയും ഉപയോഗിക്കുന്നുണ്ടോ നോക്കണം. അപ്പൊ എനിക്ക് 2 കളർ ഓപ്ഷൻ ഉണ്ട് അല്ലെ? ഞാൻ ബ്ലൂ ഉപയോഗിക്കാം, ഗ്രീൻ ഉപയോഗിക്കാം. ഇനി വിക്ടോറിയയുടെ നെയ്ബർ ആരാണ്? സൗത്ത് ഓസ്ട്രേലിയ ഉണ്ട്. പിന്നെ ആരാണുള്ളത്? വിക്ടോറിയ സൗത്ത് വെയിൽസ്, നോർത്ത് വെയിൽസ് അത് കഴിഞ്ഞു. ഇനി അത് സൗത്ത് ഓസ്ട്രേലിയ മറ്റേ അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ പ്രശ്നമില്ല. അയാൾക്ക് അടുത്ത് നോക്കുമ്പോൾ ഓക്കെ, ഇയാൾക്ക് ഗ്രീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇയാൾ ബ്ലൂ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾക്ക് ഇനി കുഴപ്പമില്ല. അതാണ് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് വെയിൽസ്, സൗത്ത് ഓസ്ട്രേലിയ, നോർത്തേൺ ഓസ്ട്രേലിയ ആയിട്ട്, നോർത്തേൺ സൗത്ത് വെയിൽസ് ആയിട്ട് ഫിക്സ് ചെയ്തു. അയാൾ എന്റെ കളർ ഉപയോഗിച്ചിട്ടില്ല, പിന്നെ ബ്ലൂ റിമൂവ് ചെയ്തു. അപ്പൊ എനിക്ക് അയാളായിട്ടുള്ള ആ സ്റ്റേറ്റ് ആയിട്ടുള്ള ബന്ധം കഴിഞ്ഞു. അപ്പൊ അയാൾ ഞാൻ കോൺഫ്ലിക്റ്റ് അല്ല. അതുപോലെ ഇയാൾ നോർത്ത് സൗത്ത് വെയിൽസ് വിക്ടോറിയായിട്ടും കുഴപ്പമില്ല, വിക്ടോറിയക്കും ഇയാളായിട്ടും ഒരു കുഴപ്പമില്ല, കാരണം ഇയാള് ഗ്രീൻ ഉപയോഗിക്കാം. ഇനി എനിക്ക് ഉള്ളത് ക്യൂൻസ്ലാൻഡും ഉണ്ട്, നോർത്തേൺ ടെറിട്ടറി. പക്ഷെ ക്യൂൻസ്ലാൻഡ് നോക്കുമ്പോൾ എന്റെ അതേ കളറിലുള്ള ഇയാള്, അപ്പൊ അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രോബ്ലം. അതാണ് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ കാരണം. അതുകൊണ്ടാണ് അത്. എന്തുകൊണ്ട് ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണം, നമ്മൾ ഓരോ നെയ്ബറായിട്ടും ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ എഴുതുന്നത്. ഇനി സൗത്ത് ഓസ്ട്രേലിയയുടെ അടുത്ത നെയ്ബറാണ് നോർത്തേൺ ടെറിട്ടറി. അയാൾ ഓൾറെഡി ബ്ലൂ എന്ന് പറയുന്നുണ്ട് അല്ലെ? അയാൾ ഓൾറെഡി ബ്ലൂ യൂസ് ചെയ്തു. കാരണം നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോ ഈ ബ്ലൂ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഒന്നിനെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് പോകും, ആരെങ്കിലും ഒരാൾ റിമൂവ് ചെയ്യും. പക്ഷെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആർക്കായിരുന്ന സമയത്ത് ഇതാണ് എക്സ്, ഇതുമായി. That is x lose the value, neighbors of x needs to be rechecked, are constantly fixed. അപ്പോൾ ഇത് റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് കളർ എന്താ ചൂസ് ചെയ്യാൻ ഇല്ല, empty സെറ്റായി. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർവേഡ് ചെക്കിങ്. അത് ഫോർവേഡ് ചെക്കിങ് എന്താണെന്നൊക്കെ പറയുന്നതാണ് ഞാൻ. അപ്പോൾ ഫോർവേഡ് ചെക്കിങ്ങിന് നമുക്കപ്പോൾ എന്തായി? നമുക്ക് ഇനി കളർ ചൂസ് ചെയ്യാൻ
ഓപ്ഷൻ ഇല്ല. സൗത്ത് ഓസ്ട്രേലിയക്ക് ചൂസ് ചെയ്യാൻ ഒരു കളറും ഇല്ല. ദാറ്റ് മീൻസ് ഇപ്പൊ ഇവിടെ നമ്മൾ റിമൂവ് ചെയ്തല്ലോ, അപ്പൊ ഇനി എനിക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ബാക്ക് ട്രാക്ക് ചെയ്യും. അപ്പൊ ആ കൺസിസ്റ്റൻസി ഒരു ഫെയിലിയർ ഡിറ്റക്ട് ചെയ്തു. നിങ്ങൾ അസൈൻ ചെയ്ത കളർ ഒന്നും അല്ല. വീണ്ടും ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയ ഗ്രീൻ കൊടുക്കണമെങ്കിൽ ഗ്രീൻ കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലൂ കൊടുക്കാം. എന്തായാലും റെഡ് കൊടുത്തപ്പോഴാണ് വർക്കൗട്ട് ആകാത്തത്. അല്ലെങ്കിൽ ഈ നോർത്തേൺ ടെറിട്ടറീസ് ബ്ലൂ കൊടുത്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ബ്ലൂ കട്ടാങ്ങനെ. ഇവിടെ ഗ്രീൻ കൊടുക്കുകയാണെങ്കിൽ യാതൊരു ഇഷ്യൂ ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. അങ്ങനെ വരും. ഇതിന് സൊല്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു അസൈൻമെന്റ് കൊടുത്ത് ഫെയിലിയർ ആണെന്ന് കാണിക്കാനാണ് ഈ മനസ്സിലായല്ലോ. അത് ഓരോ ടൈറ്റും ഞാനും അതാണ് ആ കൺസിസ്റ്റൻസി. മനസ്സിലായോ? അറ്റ് എ ടൈം രണ്ടുപേരെ എടുക്കുള്ളൂ. മനസ്സിലായോ? അറ്റ് എ പേർ രണ്ടുപേരെ എടുക്കുന്നു. പക്ഷെ അവരുടെ നെയ്ബേഴ്സിനാണ് ഞാൻ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇവർ രണ്ടുപേരും തമ്മിൽ ബന്ധം. ഇപ്പൊ ഞാനും നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയായിട്ട് നോക്കും. ഞാൻ റെഡ് എടുത്തു, നീ റെഡ് എടുക്കാൻ പോലെ. ഓക്കെ, അപ്പൊ റെഡ് അവന് വന്നത്. ഇനി ഞാനല്ല നോക്കട്ടെ, ഇനി ഞാനായിട്ട് കമ്പയർ ചെയ്യണ്ട. ഇനി അവനും അവന്റെ ഏതെങ്കിലും നെയ്ബറും നോക്കും. അപ്പൊ കാര്യം പിടി കിട്ടിയോ? അറ്റ് എ ടൈം ബൈനറി കൺസ്ട്രെയിന്റ് ആണ്. പക്ഷെ എന്റെ പ്രോബ്ലം സോൾവ് ആയി. ഇനി അവൻ അവന്റെ നെയ്ബറായിട്ട് അവൻ ഇനി ഗ്രീൻ ചൂസ് ചെയ്തു. ഇനി ആരെങ്കിലും നെയ്ബേഴ്സ് ഗ്രീൻ ചൂസ് ചെയ്തെന്ന് നോക്കും. എന്നാ അവനെ റിമൂവ് ചെയ്യും, ഗ്രീൻ റിമൂവ് ചെയ്യും നിങ്ങളൊക്കെ എല്ലാവരും. അപ്പൊ അവന്റെ പ്രോബ്ലം സോൾവ് ആയി. മനസ്സിലായോ? പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫെയിലിയർ വരുന്നുണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഈ ആൾക്ക് എന്താ പറയാ കൺസിസ്റ്റൻസി അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു വന്നു വന്നത് ഈ എം ടി സെറ്റ് ഡിറ്റക്ട് ആയി വന്നത്. ഇതിനെ എങ്ങനെ നമുക്കിനെ എന്ത് ചെയ്യാം? ആ ഇൻകൺസിസ്റ്റൻസി എന്ന് നമ്മത് ഒരു എം ടി സെറ്റ് വന്നല്ലോ, ഇത് നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്തു, ഈ ഫെയിലിയറിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്തു, അതിനുവേണ്ടി ഒരു അൽഗോരിതം തന്നെയുണ്ട്. അതാണ് AC3 അൽഗോരിതം. അത് അടുത്ത സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ.